Good evening, everyone. നമ്മൾ ലാസ്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ കഴിഞ്ഞു അല്ലേ? എല്ലാവരും പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കിയായിരുന്നു? അതോ അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് അതവിടെ നിൽക്കട്ടെ, ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം, അതായിരുന്നോ? എങ്ങനെയാണ് ചെയ്തു നോക്കിയിരുന്നോ? സമ്മറി വായിച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കിയോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അടുത്ത ഏരിയ എടുക്കല്ലേ? ഇനി ഏതാ നോക്കാനുള്ളത്? അടുത്തത് ഏതാ? രജിസ്ട്രേഷൻ അല്ലേ? രജിസ്ട്രേഷനിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ? കുറെ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കുറച്ച് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, ആർക്ക് രജിസ്റ്റർ ചെയ്യണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ട് അല്ലേ? ഈ സെക്ഷൻ 22 എന്തായിരുന്നു? സെക്ഷൻ 22 എന്തായിരുന്നു? സെക്ഷൻ 22 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, സെക്ഷൻ 22 to 30 മൊത്തം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണെന്ന് നമുക്കറിയാം അല്ലെ? പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ 16 മുതൽ 21 വരെ ITC കഴിഞ്ഞു അല്ലെ? 15 വാല്യൂ ഓഫ് സപ്ലൈ കഴിഞ്ഞു, 12, 13, 14 ടൈം ഓഫ് സപ്ലൈ കഴിഞ്ഞു. അപ്പൊ ഇനി 22 മുതൽ 30 വരെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ് ആണെന്ന് അറിയാം. ഓക്കെ, സമ്മതിച്ചു. ഈ 22ഉം 24ഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സെക്ഷൻ 22, സെക്ഷൻ 24 രണ്ടും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. സെക്ഷൻ 22, സെക്ഷൻ 24 എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? സെക്ഷൻ 22 എന്താ? എന്താണ്? എടാ നമ്മൾ പറഞ്ഞില്ലേ ലിമിറ്റ് വെച്ചിട്ടുള്ള 24 കമ്പൽസറി. അപ്പൊ 22 എന്താ? പേഴ്സൺ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ അല്ലെ? ലിമിറ്റ് വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആളാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ നോർമലി പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. മുമ്പത്തെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ആള്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആള്,
എനിക്ക് പറ്റാത്തതും നിങ്ങൾക്ക് പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ITC കിട്ടും. ഓക്കെ സോമിത ശരിയാണ്, ITC അവൈൽ ചെയ്യാം. പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ആളല്ലേ, എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ആളല്ലേ, എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്റെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്? നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആള് പറ്റില്ലല്ലോ. അപ്പോ ടാക്സ് കളക്ട് ചെയ്യാം എന്നുള്ളതാവും മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഒന്നും കൂടെ വിശ്വാസ്യത കൂടും അല്ലെ. ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ, ഞാൻ GST ഒക്കെ ചെയ്യുന്ന ആളാന്ന് പറയുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിന് ഒന്നും കൂടെ നമ്മളിലുള്ള ട്രസ്റ്റ് കൂടും അല്ലെ. അങ്ങനെ ഒരു പോസിറ്റീവ് സംഭവം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ആണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. ഒക്കെ ജനറൽ സാധനം കേട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആദ്യം എന്ത് പറഞ്ഞു? ലീഗലി റെക്കഗ്നൈസ്ഡ് ആസ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എന്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ലീഗലായിട്ട് എന്തായി? നമ്മൾ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ എന്തായി? രജിസ്റ്റേർഡ് സപ്ലയർ ആയി മാറി അല്ലെ. ലീഗലി റെക്കഗ്നൈസ്ഡ് ആയി. പിന്നെന്താണ്? ലീഗലി ഓതറൈസ്ഡ് ടു കളക്ട് ടാക്സസ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ആൻഡ് പാസ് ഓൺ ദ ക്രെഡിറ്റ് ഓഫ് ദ ടാക്സസ് പെയ്ഡ് ഓൺ ദ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ് ടു ദ പർച്ചേസസ് ഓർ റെസിപ്പിയന്റ്. എന്താ പറഞ്ഞത്? ഞാൻ ലീഗലി എന്തായി? ലീഗലി എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരവും കിട്ടി. ഒപ്പം തന്നെ ഞാൻ അടയ്ക്കുന്ന ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ റെസിപ്പിയൻ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ ഞാൻ ഈ ITC നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഞാൻ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് പിന്നെയും സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ ഫർദറൻസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ പഠിച്ചത് ITC കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ITC പാസ് ഓൺ ചെയ്യും. അതാണ് ക്രെഡിറ്റ് പാസ് ഓൺ ചെയ്യും എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്? പിന്നെന്താ? ക്യാൻ ക്ലെയിം, സോമിത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻ ക്ലെയിം ITC ഓഫ് ടാക്സസ് പെയ്ഡ്. നമ്മൾ അടച്ച ടാക്സസ് നമുക്ക് എന്ത് കിട്ടും? ITC കിട്ടും. ഇനി എന്താണ്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അതിന് എന്തിനു അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഗവൺമെന്റ് ബിഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ ബിഡ്സ് അസൈൻമെന്റ് ഒക്കെ എടുക്കാൻ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എലിജിബിൾ. പിന്നെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ വിശ്വാസ്യത കൂടും. ഹയർ ട്രസ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്. ഇത്രയേ ഉള്ളൂ അഡ്വാൻറ്റേജ്. പേഴ്സണൽ അഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാറില്ല നോർമലി, എന്നാലും ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി എക്സംഷൻ ഓഫ് വൺ രജിസ്ട്രേഷൻ ഫോർ വൺ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന് ഒരു രജിസ്ട്രേഷൻ എന്നുള്ളതിൽ എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ്? സെപ്പറേറ്റ് ബിസിനസ് വെർട്ടിക്കൽസിന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. സെപ്പറേറ്റ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. പിന്നെ എന്ത് പറഞ്ഞു? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, എനിക്കൊരു ബിസിനസ് കേരളയിലുണ്ടെന്ന് വിചാരിച്ചോ. എനിക്ക് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ലേ? ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ, ഞാൻ റോയൽറ്റി അങ്ങനെ എന്തെങ്കിലും സർവീസ് ഞാൻ സ്വീകരിക്കുന്നുണ്ട്. എനിക്കത് സ്പ്ലിറ്റ് ചെയ്ത് പല എൻ്റെ സെയിം പാനലിൽ പല എന്റർപ്രൈസസിന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? എടോ, നമ്മൾ ആ കള്ളിയിൽ ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് നടുവിലൊരു ഇതിന്റെ മുകളിൽ വേറെന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ISD, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ റിക്വയർഡ്.
അല്ലെ? സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഇനി വായിച്ചു നോക്കണ്ടല്ലേ? ആരാ വായിച്ചു നോക്കിയത്? ആ, ഇനി ഇത്രേ ഉള്ളൂ അഡ്വാൻറ്റേജും എക്സെപ്ഷനും. സെപ്പറേറ്റ് ബിസിനസ് വെർട്ടിക്കൽസ് ആണെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം, സെപ്പറേറ്റ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം, ISDക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റിനും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ISD രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏതിൽ വരും? കമ്പൽസറിയിലും വരും അല്ലെ? ഇനി ഈ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. നിങ്ങൾ പറഞ്ഞ സെക്ഷൻ 22. ഞാൻ ചോദിക്കാം, എനിക്ക് ത്രിപുരയിലെ ഗുഡ്സും സർവീസിന്റെയും കൂടെ സപ്ലൈ ടോട്ടൽ 21 ലക്ഷം ഉണ്ട്. ഞാൻ രജിസ്റ്റർ ചെയ്യണോ വേണ്ടോ? ഞാൻ രജിസ്റ്റർ ചെയ്യണോ വേണ്ടോ? ത്രിപുര എന്താടോ? 21 ലക്ഷം. ചെയ്യണം. ഇനി അത് തന്നെ ഞാനൊരു 11 ലക്ഷമാക്കി ചെയ്യണോ? ത്രിപുരയാണേ. ചെയ്യണം. ആ, കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞോ? ത്രിപുര ഏത് കാറ്റഗറിയിലാ വരിക? ജനറൽ കാറ്റഗറി ആണോ? സ്പെഷ്യൽ മീഡിയം ആണോ? സ്പെഷ്യൽ സ്മാൾ ആണോ? ഞാൻ എഴുതി തന്നില്ലേ? സ്പെഷ്യൽ സ്മാള്. അപ്പൊ 11 ലക്ഷമാണെങ്കിൽ വേണം. ആയിക്കോട്ടെ, സമ്മതിച്ചു. സ്പെഷ്യൽ സ്മാൾ അല്ലെ? സ്പെഷ്യൽ സ്മാളിലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെ ആയിരുന്നുടാ? ത്രിപുര അല്ലാതെ ഏതൊക്കെയായിരുന്നു? നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം. ആയിക്കോട്ടെ, സമ്മതിച്ചു. വിരോധമില്ല. ഇനി നമ്മളൊരു സ്പെഷ്യൽ മീഡിയം കാറ്റഗറി പഠിച്ചില്ലായിരുന്നു? ഇതിന്റെ എത്രയായിരുന്നു? 10 ലക്ഷം. ഓർമ്മയുണ്ട് അല്ലെ? 10 ലക്ഷം. ഇനി നമ്മളൊരു സ്പെഷ്യൽ മീഡിയം പഠിച്ചില്ലായിരുന്നു? അതിന്റെ ലിമിറ്റ് എത്രയായിരുന്നു? ഞാൻ സർവീസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഗുഡ്സ് ചെയ്യുന്ന ആളായിക്കോട്ടെ, രണ്ടും കൂടെ ചെയ്യുന്ന ആളായിക്കോട്ടെ, 20 ലാഖ് ആണല്ലോ? ഓർക്കുന്നുണ്ടല്ലോ? ആയിക്കോട്ടെ, അത് ഏതൊക്കെയായിരുന്നു സ്റ്റേറ്റ്? ടൈപ്പ് ചെയ്യാൻ കുറച്ചുണ്ട് അല്ലേ? നമ്മൾ ഷോർട്ട് എന്തായിരുന്നു? സപ്തം. സിക്കിം, അരുണാചൽ പ്രദേശ് ആണോ ആസാം ആണോ? ആസാം ഏത് കാറ്റഗറിയിലാണ് അവരപ്പോ? ആസാം, ജമ്മു ആൻഡ് കാശ്മീർക്ക് ഏത് കാറ്റഗറിയിലാണ് അവരാ? സ്പെഷ്യൽ സ്മാളിലാണോ? സ്പെഷ്യൽ മീഡിയത്തിലാണോ? ജനറലിലാണോ? ഒന്നിലും പെടാത്തതോ? ആഹാ, അങ്ങനെയുണ്ട്. GST എവിടെയെങ്കിലും എക്സംഷൻ ഉണ്ടോ? ജനറൽ ജനറൽ അല്ലേ വരാ? സോമിത്ത് ഇപ്പൊ പറയുന്നുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചല്ലേ, സ്മാളും മീഡിയം അല്ലാത്തതാണ് ഒന്നിലും പെടാത്തത്. അപ്പൊ ജനറൽ. ഓക്കെ, അപ്പോ ജനറൽ കാറ്റഗറി. അപ്പൊ നമ്മള് ഈ പറഞ്ഞ സപ്തം, സിക്കിം, അരുണാചൽ പ്രദേശ്, പിന്നെ തെലങ്കാന, സോറി ഏതാ നമ്മൾ വിട്ടത്? പോണ്ടിച്ചേരി ഇല്ലേ?
തെലങ്കാന, ഉത്തരാഖണ്ഡ്, മേഘാലയ അല്ലേ? ആണല്ലോ. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ അങ്ങനെ ചിലപ്പോൾ തെറ്റിച്ചിട്ടൊക്കെ പറയും. നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ അതും പറഞ്ഞു. ഇനി ജനറൽ കാറ്റഗറിയില് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടായിരുന്നു? ജനറൽ കാറ്റഗറി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ 3 ഐറ്റം കേട്ടോ. പിറ്റെന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഷോർട്ട് ടിപ്പ് ആയിക്കോട്ടെ അല്ലെ? ടിപ്പ് കൊടുക്കൂലേ? ടിപ്പ്. അപ്പൊ ഈ ടിപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഏതൊക്കെയായിരുന്നു ഗുഡ്സ്? ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്, അപ്പൊ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്, ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾസ്, പിന്നെ പി 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 പാൻ മസാല. ഓക്കെ, ഈ ഗുഡ്സിന് എത്രയായിരുന്നു ലിമിറ്റ്? 40 ലക്ഷം അല്ലെ? 40 ലക്ഷം ആണോ? എയറേറ്റഡ് നമ്മൾ കോമ്പോസിഷനിൽ മാത്രമേ ഉള്ളൂ സുമിത്തെ. നമ്മൾ ടെസ്റ്റിൽ അത് ഇപ്പോഴും കാണാനില്ല. ഞാൻ വേറെ റെഫറൻസ് ഒക്കെ എടുത്ത് നോക്കി, അപ്പോ എയറേറ്റഡ് ഇപ്പൊ കാണാനില്ല. അപ്പൊ നിങ്ങൾ ഈ 3 പഠിച്ചാൽ മതി ടിപ്പ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്, ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾസ് വെദർ ഓർ നോട്ട് കണ്ടെയ്നിങ് കൊക്കോവ, പാൻ മസാല അല്ലെ? കൊക്കോ, ചോക്ലേറ്റ്, കൊക്കോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾസ്. അപ്പൊ ഇതിനൊക്കെ 40 ലക്ഷം ആണോ? അല്ല, 20 ലക്ഷം. സമ്മതിച്ചു. ഒരാൾ 40 ലക്ഷം അല്ലല്ലോ. ആയിക്കോട്ടെ, അപ്പൊ 20 ലക്ഷം. ഓക്കെ, ഇനി ഈ പറഞ്ഞതല്ലാതെ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നാൽപ്പത് അല്ലെ? 40. രണ്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ 20. ഇത്രയല്ലേ പഠിച്ചുള്ളൂ. ഇനി ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളാന്ന് വിചാരിക്കാം. ഞാനിപ്പോ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളാന്ന് വിചാരിക്കാം. നമ്മൾ എക്സംഷൻ പഠിച്ചില്ലായിരുന്നോ? എക്സംഷനില് എന്തെങ്കിലും ഇൻട്രസ്റ്റിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഓർക്കുന്നുണ്ടോ? നമ്മൾ ഡെപ്പോസിറ്റ് നൽകിയോ ലോൺ നൽകിയോ അല്ലെങ്കിൽ അഡ്വാൻസ് നൽകിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നത് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണ്ട? സർവീസ് ആയിട്ട് കണക്കാക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സംപ്റ്റ് സപ്ലൈ ഓഫ് സർവീസ് നടത്തുന്നുണ്ട് എങ്കിലും അയാൾ എന്തായിട്ട് കണക്കാക്കും? എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളാന്ന് വിചാരിച്ചോ, ഞാൻ അതിന്റെ കൂടെ ലോണോ അഡ്വാൻസോ ഡെപ്പോസിറ്റോ എന്തെങ്കിലും നൽകുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അവിടെ കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നത് ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആണെങ്കിൽ നമ്മൾ ഈ ഇൻട്രസ്റ്റിന്റെ കാര്യം വേറെ എവിടെ പറഞ്ഞിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഇൻകം ബൈ വേ ഓഫ് ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റ് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയോ പഠിച്ചില്ലേ? ഓർമ്മ ഉണ്ടോ? ഏതോ ഒരു ഏരിയയില്. ഓർക്കുന്നില്ല? എവിടെയല്ല, നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഓർമ്മല്ല ആർക്കും? ടേൺ ഓവർ ഏതിന്റെ പ്രോബ്ലത്തിലാ അഭിജിത്തെ? ഏതിന്റെ ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ്? കോമ്പോസിഷൻ. ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ അന്ന് ചെയ്ത പ്രോബ്ലം. ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ എന്താ ചെയ്തേ? ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ എന്ത് ചെയ്തു?
ഇഗ്നോർ ആണോ ചെയ്ത്, എക്സ്ക്ലൂഡ് ആണോ ചെയ്ത്? നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പുവരുത്തിയേക്ക്. ഓക്കെ, ആ ഭാഗത്ത് വിട്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഒന്ന് മറിച്ച് നോക്കിയാൽ മതി ആ പ്രോബ്ലം ഒക്കെ, അപ്പൊ ഒന്നും കൂടെ ഓർമ്മ വരും. അപ്പോ ഈ കേസിലും എന്താ പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് ഞാൻ ഇൻകം സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ഡെപ്പോസിറ്റോ ലോണോ അഡ്വാൻസോ നൽകുന്നുണ്ട്, അങ്ങനത്തെ സർവീസ് മാത്രമാണ് ഞാൻ ഈ ഗുഡ്സിന് പുറമെ നൽകുന്നത് എങ്കിൽ എന്നെ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും? എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ കണക്കാക്കും. ഓക്കെ, അത് നമ്മൾ സർവീസിൽ പെടുത്തില്ല, നമ്മൾ എക്സ്ക്ലൂസീവ് സപ്ലയർ ഗുഡ്സ് ആയിട്ട് തന്നെ കണക്കാക്കും. അപ്പൊ എന്റെ ലിമിറ്റ് എത്രയായിരിക്കും? എന്റെ ലിമിറ്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും? എത്രയായിരിക്കടോ? ഇതിപ്പോ ഞാൻ തന്നെ പറയുന്നു. ഞാൻ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളാണ്, ഞാൻ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആളാണ്. അതിന് പുറമെ ഞാൻ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഞാൻ ഡെപ്പോസിറ്റോ ലോണോ അഡ്വാൻസോ ഒക്കെ നൽകുന്നുണ്ട്. അതിന്റെ കൺസിഡറേഷൻ ഞാൻ എന്തായിട്ടാണ് സ്വീകരിക്കുന്നത്? ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആയിട്ടാണെങ്കിൽ അവിടെ എന്നെ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും? എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗുഡ്സും ചെയ്യുന്നുണ്ട്, സർവീസ് ഏത് ത്രൂ ചെയ്യുന്നുണ്ട്? ഞാൻ ഡെപ്പോസിറ്റ് നൽകിയിട്ട്, ഒരു മിനിറ്റ് ഇടാം, ഓക്കെ, ഞാൻ ഗുഡ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലോണോ ഡെപ്പോസിറ്റോ അഡ്വാൻസോ എന്തെങ്കിലും നൽകുന്നുണ്ട്. അതായത് ഞാൻ കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നത് ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആണ്. അങ്ങനെ ഒരു സർവീസും കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഏത് കാറ്റഗറിയിൽ ശരിക്കും വരണം? സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ വരണ്ടേ? പക്ഷേ ഈ പറഞ്ഞ exempt supply of service by way of extending deposit, loan or advance, ലോണോ അഡ്വാൻസോ ഡെപ്പോസിറ്റോ എന്തെങ്കിലും നൽകുകയാണ്, അവിടെ നമ്മൾ ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആണ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ എന്തായിട്ട് തന്നെ കണക്കാക്കുന്ന പറഞ്ഞത്? സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ടല്ല, സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ കണക്കാക്കും, എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കും. അപ്പൊ എന്റെ ലിമിറ്റ് എത്രയായി? 40 ലക്ഷം. ക്ലിയർ അല്ലേ? സാധനം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അന്ന് ആ പ്രോബ്ലം ചെയ്ത സാധനം തന്നെയാണ്. അതിലെ ഇൻട്രസ്റ്റ് ഇൻകം ഇവിടെ എന്തായിട്ട് കണക്കാക്കും? എന്തായിട്ട് കണക്കാക്കും? നമ്മളെ എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ കണക്കാക്കും. നമ്മൾ അങ്ങനെ ഒരു സർവീസ് നൽകുന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ കണക്കാക്കും എന്നാ പറഞ്ഞത്. ക്ലിയർ? ഓക്കെ. ഇനി അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്തായിരുന്നു? അതിൽ പെടാത്തത് എന്തായിരുന്നു? അതല്ലേ ഇനിയുള്ളൂ. രജിസ്ട്രേഷൻ 22 ഭയങ്കര സിമ്പിൾ അല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ. എന്താണ് ജനറൽ കാറ്റഗറീസ്? ഗുഡ്സ്, പാൻ മസാല, ഐസ്ക്രീം, other edibles and tobacco products 20 lakh, other goods 40 lakh, goods and service 20 lakh, special medium സപ്തം ഓർമ്മണ്ട് 20 lakh. പിന്നെ രജിസ്ട്രേഷൻ എവിടെ? നമ്മൾ ടാക്സബിൾ സപ്ലൈ നടത്തുന്ന സ്ഥലത്ത് മാത്രം എടുത്താൽ മതി, എക്സംപ്റ്റ് സപ്ലൈ ഉള്ളിടത്ത് എടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, എക്സംപ്റ്റ് സപ്ലൈ മാത്രം ചെയ്യുന്ന സ്ഥലത്ത്. പിന്നെന്താ? സ്പെഷ്യൽ സ്മോൾ സ്റ്റേറ്റ് TNM 2, ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, അവിടെ എത്രയായിരുന്നു? 10 ലക്ഷം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യം കേട്ടോ. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താ? മീൻസ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ആൾ ടാക്സബിൾ സപ്ലൈസ് എക്സ്ക്ലൂഡിംഗ് ദ വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈസ് ഓൺ വിച്ച്. എന്താ പറഞ്ഞത്? എല്ലാ ടാക്സബിൾ സപ്ലൈയും പെടും, എക്സ്ക്ലൂഡിംഗ് ദ വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് പേബിൾ ബൈ എ പേഴ്സൺ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവാർഡ് സപ്ലൈ എന്തിൽ പെടുത്തില്ല? അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ പെടുത്തില്ല. പിന്നെന്താ? എക്സംപ്റ്റ് സപ്ലൈ പെടും, എക്സ്പോർട്ട് പെടും, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് പേഴ്സൺ പെടും, സെയിം പാന്. പിന്നെന്താ? ടു ബി കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ് ബട്ട് എക്സ്ക്ലൂഡ്സ്. എന്തൊക്കെ പെടില്ല നമ്മൾ പറഞ്ഞിരുന്നു? ടാക്സ് ഒന്നും പെടില്ല, കോമ്പൻസേഷൻ സെസ്സും പെടില്ല. ഇത്രയും കാര്യമുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം കേട്ടോ. പിന്നെന്താ? ഫർദർ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ രജിസ്റ്റേർഡ് ജോബ് വർക്കർ. ഒരു ജോബ് വർക്കർ, രജിസ്റ്റർ ചെയ്ത ഒരു ജോബ് വർക്കർ ആണെങ്കിൽ അയാള് ജോബ് വർക്ക് തീർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോബ് വർക്കർ ആണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്?
എന്റെ രജിസ്റ്റർഡ് ജോബ് വർക്കറാണ്, നിങ്ങളെ എന്റെ ജോബ് വർക്കറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഞാൻ ജോബ് വർക്കിന് സാധനം തന്നു. ഓക്കെ, നിങ്ങളത് ജോബ് വർക്കൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു, അത് നിങ്ങൾ വിറ്റു എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് വിറ്റു? ഡയറക്റ്റ് നിങ്ങൾ വിറ്റു. മനസ്സിലായോ? ഞാനാണ് ശരിക്കും പ്രിൻസിപ്പൾ, നിങ്ങൾ എന്റെ രജിസ്റ്റേർഡ് ജോബ് വർക്കറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ജോബ് വർക്കിന് സാധനം തന്നു, നിങ്ങൾ അത് എന്ത് ചെയ്തു? ഡയറക്ട്ലി നിങ്ങൾ കസ്റ്റമറിന് വിറ്റു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ രജിസ്റ്റേർഡ് ജോബ് വർക്കർ ആണെങ്കിൽ അത് ആരുടെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്? ആരുടെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം? ആരുടെ സപ്ലൈ ആയിട്ടായിരിക്കും? രജിസ്റ്റേർഡ് ജോബ് വർക്കർ ആകുമ്പോൾ ആരുടെ സപ്ലൈ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പളുടെ ആണോ ജോബ് വർക്കറുടെ ആണോ? ജോബ് വർക്കർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ജോബ് വർക്ക് ചെയ്തു തരുന്ന ആളല്ലേ ഉള്ളൂ. അപ്പോ അങ്ങനത്തെ കേസില് ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? നിങ്ങൾ എന്റെ രജിസ്റ്റേർഡ് ജോബ് വർക്കറാണ്, ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പളാണ്. എന്റെ ഗുഡ്സ് നിങ്ങൾക്ക് അയച്ചിരുന്നു, നിങ്ങൾ അത് ജോബ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോബ് വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഡയറക്ട്ലി നിങ്ങൾ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ രജിസ്റ്റേർഡ് ജോബ് വർക്കർ ആണെങ്കിൽ അത് ആരുടെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും? എന്റെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, എന്റെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ജോബ് വർക്കിന് നിങ്ങൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആരുടെയാ? ടേൺ ഓവറാ? ആരുടെ ടേൺ ഓവറാ? ജോബ് വർക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. ജോബ് വർക്കിന് ഞാൻ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് തരണ്ടേ? നിങ്ങൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഇല്ലേ, ജോബ് വർക്കിന് ഒരു ചാർജ് ഉണ്ടാവുമല്ലോ, അത് ആരുടെ ടേൺ ഓവർ ആയിരിക്കും? അത് ആരുടെ ടേൺ ഓവറാടാ? നിങ്ങൾ വിറ്റ കേസിൽ എന്റെ ടേൺ ഓവർ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞ പ്രിൻസിപ്പളിന്റെ ടേൺ ഓവർ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ജോബ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോബ് വർക്കിന് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വെച്ച് ഓരോ ഗുഡ്സിനും കളക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങളൊരു 10 ലക്ഷം ടോട്ടൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഈ ടേൺ ഓവർ എന്റേതാണോ നിങ്ങളുടേതാണോ? എന്താ ഡൗട്ട്? ആരുടെടാ? ആർക്കും ആൻസർ ഇല്ലേ? ജോബ് വർക്കർ അല്ലെ? ജോബ് വർക്കർ, അത്രേ ഉള്ളൂ കാര്യം. എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ രജിസ്റ്റേർഡ് ജോബ് വർക്കർ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ജോബ് വർക്ക്. ജോബ് വർക്കിന് ശേഷം ഒരു രജിസ്റ്റേർഡ് ജോബ് വർക്കർ ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഷാൾ ബി ട്രീറ്റഡ് ആസ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളുടെ സപ്ലൈ ആയിട്ട് അത് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ദ വാല്യൂ ഓഫ് സച്ച് ഗുഡ്സ് ഷാൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് രജിസ്റ്റേർഡ് ജോബ് വർക്കർ. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ഗുഡ്സിന്റെ വാല്യൂ രജിസ്റ്റേർഡ് ജോബ് വർക്കറുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, ഓൺലി ജോബ് വർക്ക് ചാർജസ്, ജോബ് വർക്ക് ചാർജ് മാത്രമായിരിക്കും ജോബ് വർക്കറുടെ ടേൺ ഓവർ. ഇത്രയേ ഉള്ളൂ കേസ്. shall be considered to be engaged exclusively in the supply of goods even if exclusively in the supply of goods even if he is engaged in exempt supply of services by way of extending deposit, loans or advance where consideration is represented by way of interest or discount. Interest or discount ആയിട്ടാണ് നമ്മൾ കൺസിഡറേഷൻ ചാർജ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഈ പ്രൊവിഷൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡയറക്റ്റേ വരുള്ളൂ. എങ്ങനെയാണ്? നിങ്ങളോട് പറയും ഗുഡ്സ് ചെയ്യുന്നുണ്ട്, പോരാത്തതിന് അയാള് ഈ സപ്ലൈ എന്താണ്, എന്തെങ്കിലും ഡെപ്പോസിറ്റ് നൽകുക, ലോൺ നൽകുക, അഡ്വാൻസ് നൽകുക, അവിടെ ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ കാണും. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി സർവീസും കൂടെ മിക്സ് ചെയ്ത് തരാണ്. അപ്പോൾ നമ്മൾ ആ കേസിൽ എക്സ്ക്ലൂസീവ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. 40 lakh ആണ് ലിമിറ്റ് ഉണ്ടാവുക. ഓക്കെ, മറ്റേ 20 lakhന്റെ അപ്ലിക്കബിലിറ്റി അല്ല വരിക. ഗുഡ്സ് ആൻഡ് സർവീസസ് 20 lakhന്റെ അപ്ലിക്കബിലിറ്റി അല്ല വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അത്രേ ഉള്ളൂ 22. ഓക്കെ, ക്ലിയർ? 22 കുറച്ചും കൂടെ സബ്സെഷൻ ഉണ്ട്, വലിയ സിമ്പിൾ സാധനമാണ്. ക്ലിയർ അല്ലേ?
അടുത്തത് എന്താ? 22 സബ്സെക്ഷൻ 2. ഓക്കെ, 22 സബ്സെക്ഷൻ 2. ഒരു മിനിറ്റ്. 22 സബ്സെക്ഷൻ 2 എന്താണ്? നമ്മൾ അപ്പോയിന്റഡ് ഡേ ഏതാണ്? GST സ്റ്റാർട്ട് ചെയ്ത ഡേ ഏതായിരുന്നു? ഓർമ്മ ഉണ്ടല്ലോ, ജൂലൈ 1. ജൂലൈ 1 2017. അപ്പോ ഈ അപ്പോയിന്റഡ് ഡേയില് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആക്ടുകളില്ലേ, എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, അങ്ങനെ നിലവിലെ എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, CST, സർവീസ് ടാക്സ്, ഈ പറഞ്ഞ ആക്ടുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യേണ്ടി വരും? GSTയിലോട്ട് മാറുമ്പോൾ GSTയിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? ഞാൻ ഓൾറെഡി ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഓക്കെ, ഞാൻ GST അല്ല, GST വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു? വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, CST, ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നല്ലോ. അപ്പൊ ഈ പറഞ്ഞ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്ന ആൾക്കാര് നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? GST വരുമ്പോ എന്ത് ചെയ്യേണ്ടി വരും? GSTയിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? വേണ്ടേ? വേണ്ടി വരുമല്ലോ. മനസ്സിലായോ? ഞാനിപ്പോ ഓൾറെഡി ഇന്ത്യയിൽ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്ന നിയമത്തില് ഞാൻ ലൈസൻസ് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ടാക്സ് അടച്ചിരുന്ന ആളാണ്. ഈ നിയമം മാറുമ്പോൾ, പുതിയ നിയമമാകുമ്പോൾ, ഈ നിയമത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പുതിയ നിയമത്തിലും രജിസ്ട്രേഷൻ എടുക്കണ്ടേ? രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനല്ലേ? അത്രേ ഉള്ളൂ സെക്ഷൻ 22 സബ്സെക്ഷൻ 2. ഓക്കെ, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ, എവരി പേഴ്സൺ ഹു ഓൺ ദ ഡേ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ അപ്പോയിന്റഡ് ഡേ, ഏതാണ്? നമ്മളെ ജൂലൈ 2017 1 തലേ ദിവസം ഈസ് രജിസ്റ്റേർഡ് ഓർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോൾസെയിൽ ലൈസൻസ് അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് ലോ, നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്ന ആളാണെങ്കിൽ ഷാൾ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. എന്താണ്? അയാൾ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണ് ഈ ആക്ട് പ്രകാരം, വിത്ത് ഇഫക്ട് ഫ്രം ദ അപ്പോയിന്റഡ് ഡേ. അപ്പോയിന്റഡ് ഡേ മുതൽ അയാൾ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത്രേ ഉള്ളൂ സെക്ഷൻ 22 സബ്സെക്ഷൻ 2. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്. ട്രാൻസ്ഫർ നടക്കുമ്പോൾ രണ്ട് കേസാണ്, 22 സബ്സെക്ഷൻ 3യും 22 സബ്സെക്ഷൻ 4. എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ സച്ച് ആസ് സെയില്, മെർജർ, എക്സെട്ര. എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്യണം? സെയിലോ മെർജറോ അങ്ങനെ ഏതെങ്കിലും വഴി പ്രകാരം ഇതെന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളായിരുന്നു. ഓക്കെ, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? നമ്മളൊരു ഗോയിങ് കൺസേൺ ട്രാൻസ്ഫർ ചെയ്തു, ബൈ വേ ഓഫ് സെയിലോ മെർജറോ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ നടത്തിയിരുന്ന ഒരു സ്ഥാപനം, രജിസ്റ്റേർഡ് സ്ഥാപനം, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫോർ എക്സാമ്പിൾ അക്ഷയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം. ഞാൻ അക്ഷയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം. അപ്പോ ആ സാധനത്തിന്റെ രജിസ്ട്രേഷൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ആര് രജിസ്റ്റർ ചെയ്യേണ്ടി വരും? രണ്ട് പാനലല്ലേ? വർഷയോ? ഞാൻ പറഞ്ഞത് വർഷാന്ന് നോക്കട്ടെ, ഞാൻ അക്ഷയാന്നല്ലേ പറഞ്ഞത്. അക്ഷയ്ക്ക് വിറ്റപ്പോ വർഷ രജിസ്റ്റർ ചെയ്യാം, പൊളിക്കും. അപ്പോ ട്രാൻസ്ഫറിങ് ആരാണോ വാങ്ങുന്ന ആള്, അയാൾ എന്ത് ചെയ്യണം? അയാൾ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അയാള് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, എന്താണെങ്കിലും കഥ മനസ്സിലായല്ലോ, അത് മതി. അപ്പോ ട്രാൻസ്ഫറി എന്ത് ചെയ്തു? ട്രാൻസ്ഫറി ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് വിത്ത് ഇഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ സക്സഷൻ. എന്നാണോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്നാണോ അങ്ങനെ കൈമാറ്റം സംഭവിച്ചത്, ആ ദിവസം മുതൽ എന്ത് ചെയ്യണം? ആരാണോ വാങ്ങിയ ആൾ, ഓക്കെ, ആരിലോട്ടാണോ ഇത് ജോയിൻ ചെയ്തത്, അയാൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ക്ലിയർ ആണ്? അത്രയേ ഉള്ളൂ 22 സബ്സെക്ഷൻ 3. ഇനി 22 സബ്സെക്ഷൻ 4 എന്താണ്?
ഹൈക്കോർട്ടിന്റെയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെയോ ഒരു ഓർഡർ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഹൈക്കോർട്ടോ ട്രിബ്യൂണലിന്റെയോ എന്തെങ്കിലും ഒരു ഓർഡർ പ്രകാരം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വെൻ ട്രാൻസ്ഫർ ഈസ് ഇൻ ദ നാച്ചർ ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമർജർ, നമ്മുടെ ട്രാൻസ്ഫർ അമാൽഗമേഷനോ ഡീമർജറോ അങ്ങനെ ഏതെങ്കിലും വഴി നടക്കുകയാണ് എങ്ങനെ, എന്ത് പ്രകാരം, ഹൈക്കോർട്ടിന്റെയോ ട്രിബ്യൂണലിന്റെയോ ഒരു ഓർഡർ പ്രകാരം നമ്മളെ ട്രാൻസ്ഫർ ഒരു അമാൽഗമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഡിമർജർ ആയിട്ടോ എന്തെങ്കിലും ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ എന്ത് ചെയ്യണം, അയാളെ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ വിത്ത് ഇഫക്ട് ഫ്രം ഹൈക്കോർട്ടിന്റെയോ ട്രിബ്യൂണലിന്റെയോ ഓർഡർ പ്രകാരമാണെങ്കിൽ എന്ന് മുതലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്? എന്നാണോ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനിയിലെ ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ടിലുണ്ടല്ലോ, ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ത് ചെയ്യണം, ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്ന് മുതലാണോ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ തന്നത്, എന്നാണോ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നത്, അന്ന് മുതൽ നമ്മൾ എന്തിന് ലയബിൾ ആണ്? രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണ് വാങ്ങിയ ആൾ. ക്ലിയർ? അല്ലെങ്കിൽ ട്രാൻസ്ഫർ സംഭവിച്ച് ആരാണോ ട്രാൻസ്ഫറുകളും ഉണ്ടാവും, ട്രാൻസ്ഫറി ഉണ്ടാവും. എന്തിലോട്ടാണോ മെർജ് ചെയ്തത്, എന്താണോ ആയത്, അല്ലെങ്കിൽ ആർക്കാണോ വിറ്റത്, അയാള് രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ? ഒരു മിനിറ്റ്. അപ്പോ ഇനി 23 ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ആൾക്കാർ? ആരൊക്കെയാണ്? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലേ? ആരൊക്കെയാടാ? അപ്പോ എക്സംഷൻ ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ആൾക്കാർ എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമില്ലാത്ത ആൾക്കാർ, ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ആൾക്കാർ എന്നുള്ളതാണ്. അപ്പോ ഏതൊക്കെയാണ്? നമുക്ക് ഓൾറെഡി അറിയാം, എക്സംപ്റ്റ് സപ്ലൈ മാത്രം ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഞാൻ എക്സംപ്റ്റ് സപ്ലൈ മാത്രം ചെയ്യുന്ന ആളാണ്. ഞാൻ ഗവൺമെന്റിലോട്ട് എന്തെങ്കിലും ടാക്സ് അടയ്ക്കാനുണ്ടാവോ? ഞാൻ എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടാവോ? എന്നെ ഗവൺമെന്റ് ഒരു ഏജന്റ് ആയിട്ട് നിയമിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കാൻ ഞാൻ എക്സംപ്റ്റ് സപ്ലൈ മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ? നമ്മൾ ITC പഠിച്ചില്ലേ, പേഴ്സൺ ഡൂയിങ് എക്സ്ക്ലൂസീവ്ലി എക്സംപ്റ്റ് സപ്ലൈ പിന്നീട് ടാക്സബിൾ സപ്ലൈ ആയി മാറുന്നതും ടാക്സബിൾ സപ്ലൈ എക്സംപ്റ്റ് സപ്ലൈ കൂടെ ആയി മാറുന്നതും ഈ കേസൊക്കെ പഠിച്ചില്ലേ? ഓർമ്മ ഉണ്ടോ? അപ്പൊ ഈ എക്സംപ്റ്റ് സപ്ലൈ മാത്രം ചെയ്യുന്ന ആളെ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണോ? അയാൾ എന്തെങ്കിലും ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാള് രജിസ്ട്രേഷനിൽ നിന്നും എക്സംഷൻ ഉള്ള ആളാണ്. എന്താണ്? പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ എക്സംപ്റ്റ് സപ്ലൈ, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടും ആയിക്കോട്ടെ, ഇൻക്ലൂഡിംഗ് നോൺ ടാക്സബിൾ സപ്ലൈ, ടാക്സ് ഇല്ലാത്ത GST പെടാത്ത ഐറ്റംസും. ഈ കേസിലും ഒന്നും ഞാൻ കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട, എനിക്ക് എക്സംഷൻ ഉണ്ട്. ക്ലിയർ ആണ്? ഇനി അഗ്രികൾച്ചറിസ്റ്റ് എന്താണ്? ഞാനൊരു അഗ്രികൾച്ചറിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഞാനൊരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു HUF ആവാം. എനിക്ക് ഒരു കൂട്ടം തൊഴിലാളികളൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയാം. ഞാൻ സൂപ്പർവിഷൻ നടത്തുന്ന എന്നെ എന്ത് പറയും? അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയും. അപ്പോ അഗ്രികൾച്ചറിസ്റ്റ്, ഫാമർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ കൂട്ടിക്കോ. അഗ്രികൾച്ചറിസ്റ്റ്, ഞാനൊരു അഗ്രികൾച്ചറിസ്റ്റ് ആണെന്ന് വിചാരിച്ചോ. ഞാൻ സ്വമേധയാ ഉണ്ടാക്കിയ ഒരു ഗുഡ്സ്, ഓക്കെ, ഒരു ഗുഡ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ലാൻഡിൽ നിന്നും ഞാൻ കൾട്ടിവേറ്റ് ചെയ്ത ഗുഡ്സ് ഞാൻ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. അഗ്രികൾച്ചറിസ്റ്റ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് സപ്ലൈ ഓഫ് പ്രൊഡ്യൂസ്
ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, ലാൻഡ് കൾട്ടിവേഷനിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയ പ്രൊഡ്യൂസ്. ഓക്കെ, എൻ്റെ ലാൻഡിൽ നിന്നും ഞാൻ കൾട്ടിവേറ്റ് ചെയ്ത പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം? ഞാൻ വിൽക്കുന്ന സമയത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമല്ല. ഇത് നമ്മളുടെ ടേൺ ഓവറിൽ ത്രെഷോൾഡ് ലിമിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആണല്ലോ? അഗ്രികൾച്ചറിസ്റ്റ് അയാളുടെ കൾട്ടിവേഷനിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എന്തിൽ പെടില്ല? എന്തിൽ പെടില്ല? ത്രെഷോൾഡിൽ പെടില്ല. ഓക്കെ, സോ നമ്മൾ അതിന് മുകളിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അത് മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അഗ്രികൾച്ചറിസ്റ്റ് മീൻസ് individual HUF who owns labor or family labor or servants under supervision. എന്റെ സൂപ്പർവിഷനിൽ ലേബറോ ഫാമിലി ലേബറോ സെർവന്റോ ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം. ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാം? അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഒപ്പം തന്നെ പറയാം കമ്മീഷൻ ഏജന്റ്. കമ്മീഷൻ ഏജന്റ് മേക്കിംഗ് സപ്ലൈസ് ഓൺ ബിഹാഫ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ്. അഗ്രികൾച്ചറിസ്റ്റിന് വേണ്ടി സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആള് എന്ത് ചെയ്യണ്ട? ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, കമ്മീഷൻ ഏജന്റ് ആണ്. ഇയാള് അഗ്രികൾച്ചറിസ്റ്റിന് വേണ്ടി സപ്ലൈ നടത്തുമ്പോൾ ആ സപ്ലൈയുടെ മുകളിൽ എന്ത് ചെയ്യണ്ട? ഇയാള് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ? അപ്പോ അഗ്രികൾച്ചറിസ്റ്റോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റിന്റെ സാധനം വിൽക്കാൻ സഹായിക്കുന്ന കമ്മീഷൻ ഏജന്റോ എന്ത് ചെയ്യണ്ട? രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ RCM സപ്ലൈ. ഞാൻ എന്ത് ചെയ്യാണ്? RCM സപ്ലൈ മാത്രം ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. ഞാൻ RCM സപ്ലൈ മാത്രം ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളൊരു ബിസിനസ് എൻറ്റിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർവീസ് തന്നു കഴിഞ്ഞാൽ ഞാനാണോ ടാക്സ് അടയ്ക്കേണ്ടത്? നിങ്ങളാണോ ടാക്സ് അടയ്ക്കേണ്ടത്? ഞാനാണോ ടാക്സ് അടയ്ക്കേണ്ടത്? നിങ്ങളാണോ ടാക്സ് അടയ്ക്കേണ്ടത്? ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? ഫോർവേഡ് ചാർജ് ആണോ റിവേഴ്സ് ചാർജ് ആണോ? ഞാൻ ആരാണോ? എനിക്ക് എന്നെ അറിയില്ലേ? ഞാൻ പറഞ്ഞതാടാ, ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഞാൻ ലീഗൽ സർവീസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് FCM ആണോ RCM ആണോ? RCMന്റെ കേസസ് ഓർമ്മ ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു RCMന്റെ കേസസ്? ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? അത് കുറെ ഉണ്ട്. എന്നാ ഒരു 5 പറഞ്ഞ സുഹൃത്തെ, 5 കുറെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ 5 ഓർക്കാൻ സിമ്പിൾ അല്ലേ? GTA 12% ഒപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ FCM പ്രകാരം 12% ഒപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ RCM പ്രകാരം 5% ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇൻഷുറൻസ് ഏജന്റ്, റിക്കവറി ഏജന്റ്, ഡയറക്ട് സെല്ലിംഗ് ഏജന്റ്, ബിസിനസ് ഫെസിലിറ്റേറ്റർ, ഏജന്റ് ടു ബിസിനസ് ഫെസിലിറ്റേറ്റർ, പിന്നെ ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, കൊള്ളാം. അപ്പൊ എല്ലാം ഒരുവിധമൊക്കെ ഓർമ്മയുണ്ട് അല്ലെ? അപ്പൊ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നല്ലോ. അഡ്വക്കേറ്റ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ സീനിയർ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗൽ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ RCM പ്രകാരം ടാക്സ് അടയ്ക്കണം. ആര്? ഈ സർവീസ് സ്വീകരിക്കുന്ന ആള് RCM പ്രകാരം ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് സർവീസ് തരുന്ന ആളാണ്. അപ്പോ ഞാനാണോ ടാക്സ് അടയ്ക്കേണ്ടത്? നിങ്ങളാണോ ടാക്സ് അടയ്ക്കേണ്ടത്? നിങ്ങൾ. അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യണ്ട. ക്ലിയർ? അത്രേ ഉള്ളൂ പരിപാടി, നിസ്സാരം. ഓക്കെ, അപ്പോ ഞാൻ എക്സ്ക്ലൂസീവ്ലി എന്തേ ചെയ്യുന്നുള്ളൂ? RCM സപ്ലൈ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഞാൻ ഗവൺമെന്റിലോട്ട് ടാക്സ് ഒന്നും അടയ്ക്കാനുള്ളത് മുഴുവൻ നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇന്റർസ്റ്റേറ്റ് സർവീസ് പ്രൊവൈഡർ, ഈ കേസിൽ എന്താണ്? ഇന്റർസ്റ്റേറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. അയാൾ എന്ത് ചെയ്യുന്നു? 20 ലക്ഷം വരെ ഇന്റർസ്റ്റേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണ്ട? രജിസ്റ്റർ ചെയ്യണം എന്നില്ല. സ്പെഷ്യൽ സ്മാൾ സ്റ്റേറ്റില് നമ്മൾ പറഞ്ഞ TNM 2 എന്താണ്
10 ലക്ഷം. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് സർവീസ് പ്രൊവൈഡർ 20 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വരെയുള്ള ആൾ എന്ത് ചെയ്യണ്ട? കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഐ മീൻ രജിസ്ട്രേഷനിൽ നിന്നും എക്സംപ്റ്റ് ആണ്. ഓക്കെ. ഇനി പേഴ്സൺ ഇൻക്ലൂഡിംഗ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസ്. എന്താ പറഞ്ഞത്? പേഴ്സൺ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരായിരുന്നു? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? CTP. ആരായിരുന്നു? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരായിരുന്നോ? കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണും നമ്മൾ കുറെ തവണ പറഞ്ഞ കാര്യമല്ലേ? ഇപ്പോഴും ഓർമ്മല്ലേ? റെസിഡന്റാ? എന്ത് റെസിഡന്റ്? നോൺ റെസിഡന്റാ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് ഞാൻ ചോദിച്ചത് കേട്ടോ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? ആർക്കും ഓർമ്മയില്ല? അറിയാമെങ്കിൽ അറിയാമെങ്കിൽ പറയണം. ടൈപ്പ് ചെയ്യാനുള്ള മടിയാണോ? ഇല്ല. No fixed price for business. Occasionally undertake a business. എവിടെ? മഞ്ജു, നോ ഫിക്സഡ് പ്രൈസ് ഓഫ് ബിസിനസ്. ഓക്കെ. ഒക്കേഷണലി അണ്ടർടേക്ക്. ഓക്കെ. ഇതെവിടെയാണ്? സോമിത്ത് എന്ത് ഈ റെസിഡന്റ് നോൺ റെസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. പുറത്തുള്ള ഒരാള് ടാക്സബിൾ ടെറിട്ടറിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ടെറിട്ടറി ആണോ? പക്ഷേ സ്റ്റേറ്റ് തസ്ലി ഒക്കെയാണ് സ്റ്റേറ്റ് അല്ലെ? അപ്പോ ഞാൻ കേരളയിലുള്ള ഒരാളാണ്. എനിക്ക് തമിഴ്നാട്ടിൽ ഒരു ഫിക്സഡ് പ്രൈസ് ഓഫ് ബിസിനസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒക്കേഷണൽ ആയിട്ട് ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു സപ്ലൈ തമിഴ്നാട്ടിൽ നടത്തുകയാണെങ്കിൽ ഞാൻ നോൺ പറഞ്ഞ കാരണം നീ ഓർഡിനറി പറഞ്ഞു അല്ലേ? നല്ലതാ. ഞാൻ നോൺ റെസിഡന്റ് അല്ല ചോദിക്കുന്നത്, CTP ആണെന്ന് പിന്നെ പറഞ്ഞിരുന്നു. ഓക്കെ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്സ് എനി സപ്ലൈ അല്ലേ? where he has no fixed place of business, whether on his own capacity, whether as principal or agent or any otherwise അല്ലെ? മറ്റേതെങ്കിലും കപ്പാസിറ്റിയിൽ ഞാൻ എന്തെങ്കിലും ഒരു സപ്ലൈ അവിടെ നടത്തുകയാണെങ്കിൽ അവിടെ എനിക്ക് ഫിക്സഡ് പ്രൈസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ല എങ്കിൽ മറ്റൊരു സ്റ്റേറ്റില്, എന്റെ സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഫിക്സഡ് പ്രൈസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റില് ഞാൻ എന്തെങ്കിലും സപ്ലൈ ഒക്കേഷണലി നടത്തുകയാണെങ്കിൽ അയാളെ പറയുന്ന പേരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഇത് തന്നെ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റെസിഡന്റ് ആള് ടാക്സബിൾ ടെറിട്ടറിയിൽ വന്നിട്ട് ഒക്കേഷണലി എന്തെങ്കിലും ഒരു പരിപാടി, ഓക്കെ, അവിടെ എന്താ പറയാ, ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് നിർബന്ധമല്ല, അങ്ങനത്തെ കണ്ടീഷൻ ഒന്നും നിർബന്ധമല്ല നമുക്ക് പറയാം. അപ്പോ ഒക്കേഷണലി എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ ടാക്സബിൾ ടെറിട്ടറിയിൽ വന്നിട്ട് ഒക്കേഷണലി എന്തെങ്കിലും സപ്ലൈ നടത്തുകയാണെങ്കിൽ അയാൾ നമ്മൾ എന്തെന്ന് പറയും? നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു, NRTP എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ പേഴ്സൺ ഇൻക്ലൂഡിങ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസോ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സോ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് സ്റ്റോള്, ഹാൻഡ് മെയ്ഡ് ടൂള് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഷോള്, അതേപോലെ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ്, കൈത്തറി വസ്തുക്കളൊക്കെ അല്ലേ? ഈ കൈത്തറി വസ്തുക്കളുടെ സപ്ലൈ നടത്തുന്ന ആൾക്കാരെ പേഴ്സൺ, വെദർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിക്കോട്ടെ, ഞാൻ കൈത്തറി സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് എങ്കിൽ എനിക്ക് ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഫോർ
interstate supply of goods other than goods and other than handicraft goods and handmade shawls and stores. എന്താ പറഞ്ഞത്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാര് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഗുഡ്സിന്റെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അതർ ദാൻ ഹാൻഡിക്രാഫ്റ്റോ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡോ, കൈത്തറി വസ്തുക്കൾ അല്ലാത്ത ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ടോ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു യൂണിയൻ ടെറിട്ടറിയിലോട്ടോ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഗുഡ്സിന്റെ പറഞ്ഞു. സർവീസിന്റെ കേസിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? 20 lakh ലിമിറ്റ് പറഞ്ഞു. അപ്പൊ ഹാൻഡ് മെയ്ഡ് ഗുഡ്സ് കിട്ടി. ഇനി ഇതേ സാധനം തന്നെ ജോബ് വർക്കറിലെ ജോബ് വർക്കർ, ആ കേസിലും ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ബൈ ജോബ് വർക്കർ, ജോബ് വർക്കറുടെ കേസിലും ഈ 10 lakh ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ക്ലിയർ? രജിസ്ട്രേഷൻ എന്താണ്? കമ്പൽസറി ആണ്. ആർക്ക്? ജോബ് വർക്കർ പ്രൊവൈഡിങ് സർവീസസ് ഇൻ റിലേഷൻ ടു ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് അല്ലെങ്കിൽ സിൽവർ സ്മിത്ത്. ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ജോബ് വർക്ക് ചെയ്യുന്ന ആളോ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് വർക്ക് ചെയ്യുന്ന ആളോ സിൽവർ സ്മിത്തോ ആരോ ആയിക്കോട്ടെ, ഇവരെന്താണ്? നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, ഈ ജ്വല്ലറി, ഗോൾഡ് സ്മിത്ത്, സിൽവർ സ്മിത്ത് അല്ലാത്ത ആൾക്കാർക്ക് എന്താണ്? ഈ പറഞ്ഞ ആൾക്കാർക്കല്ല എങ്കിൽ ഇവർക്ക് എത്രയാണ്? ഇവര് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതർവൈസ് ഏതാണ്? ഈ സാധനങ്ങളല്ല എങ്കിൽ നമ്മളുടെ 10 lakh അപ്ലിക്കബിൾ ആണ്. ഓക്കെ, 10 lakh ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ക്ലിയർ? ക്ലിയർ? ഓക്കെ, ഇനി സപ്ലയർ ഓഫ് സർവീസ് ത്രൂ ECO. എന്താണ് ECO മുഖേന? എന്താണ് ECO? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സ് അടയ്ക്കേണ്ട കേസസ് അല്ലായിരുന്നു? 9/5 അല്ലെങ്കിൽ 5/5 ECO ലയബിൾ ടു പേ ടാക്സ് സിറ്റുവേഷൻസ്. അത് ഏതൊക്കെയായിരുന്നു? 3 കേസ് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഞാനൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കുകയാണെ. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, ലയബിൾ ടു പേ ടാക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ എഴുതിയിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? ആൻസറില്ലേ? പക്ഷെ അതല്ല, അത് നമുക്ക് CLS ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഓക്കെ. ഞാൻ ചോദിച്ചത് 9/5 അല്ലെങ്കിൽ 5/5 ഞാൻ ചോദിച്ചത്. ചാർജിങ് സെക്ഷനിൽ നമ്മള് 9(1) പറഞ്ഞു. എന്താണ്? ഗുഡ്സിന്റെയും സർവീസിന്റെയും മുകളിൽ മഞ്ജു കറക്റ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, പിന്നെ ബൈ വേ ഓഫ് മോട്ടോർ ടാക്സി, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതിയിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ സർവീസ് ആയിരുന്നു? 2 കൂടെ അല്ലേ? അക്കോമഡേഷൻ, ഹോട്ടൽ, ഇൻസ്, ഗസ്റ്റ് ഹൗസ്, ക്ലബ് അല്ലെ? അത്. പിന്നെ ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ? ചോദിച്ചോളൂ. ഓക്കെ, ആവശ്യം കേട്ടോ. ഇനി സപ്ലൈ ഓഫ് സർവീസ് ത്രൂ ECO. എന്താണ്? ECO ത്രൂ സപ്ലൈ ചെയ്യുന്ന ആൾക്കാര് TCS കളക്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ആൾക്കാര് ത്രെഷോൾഡ് ലിമിറ്റ് 20 അല്ലെങ്കിൽ 10 lakh അപ്ലിക്കബിൾ ആണ്. TCS എന്താണെന്ന് പറയാം. TCS നമുക്ക് പഠിക്കാനുള്ളതാണ്, നമുക്ക് പറയാം. ഓക്കെ,
ഇനി ഇൻ സിമ്പിൾ വേർഡ്സ്, ഇൻ കേസ് ഓഫ് സർവീസിന്റെ കേസിൽ ഇൻട്ര ആണെങ്കിലും ത്രൂ ഇസിഒ ആണെങ്കിലും ജോബ് വർക്കർ ആണെങ്കിലും എന്താണ്, ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ഈ ഗോൾഡ് സ്മിത്തിന്റെ കേസിലും സിൽവർ സ്മിത്തിന്റെ കേസിലും ജ്വല്ലറിയുടെ കേസിലും എന്താണ് കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. ക്ലിയർ? പിന്നെ വന്നിട്ട് ഇനി ഏതാണ്, ഇനി 24 നമുക്ക് ഐ ക്രിയേഷൻസ് എന്ന് പഠിക്കാം. ഓക്കെ, കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്, ഐ ക്രിയേഷൻസ് എന്ന് പഠിക്കാം. ഐ ക്രിയേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതില് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാർ ആരാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ എക്സംഷൻ പഠിച്ചു, അതേപോലെ നമ്മൾ ആ 2040, 2010 ഈ കേസസ് ഒക്കെ പഠിച്ചു. ഇനി എന്താണ്, എക്സംഷൻസും നമ്മൾ പറഞ്ഞു. ഇന്ന ആൾക്കാർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നില്ല. ഓക്കെ, ഞാൻ നോട്ട്സ് അയച്ചിട്ടുണ്ട്, അതിന്റെയും പാസ്വേഡ് CMA തന്നെയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള പാസ്വേഡ് തന്നെയാണ്, എല്ലാതിന്റെയും പാസ്വേഡ് CMA തന്നെ ആയിരിക്കും. നോട്ട്സ് കിട്ടിയിരുന്നില്ല എല്ലാവർക്കും? നോട്ട്സ് കിട്ടിയോ? ഗ്രൂപ്പിലിട്ടോ? കിട്ടി? എപ്പോ? കുറച്ചു നേരമായിട്ടല്ലോ, വായിച്ചു നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ. ഞാനിപ്പോ ഇട്ടതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി, കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഇന്നത്തെ ഏരിയ വായിക്കാലോ. ഇനി അപ്പൊ എന്താണ്, നമ്മൾ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സർവീസ് ആണെങ്കിലും ഇൻട്ര ആണെങ്കിലും ജോബ് വർക്ക് ആണെങ്കിലും എല്ലാ കേസിലും എന്താ വരിക, ത്രെഷോൾഡ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം എപ്പോഴാണ് നമ്മൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, എപ്പോഴാണ് നമ്മൾ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടത്? ആദ്യത്തെ കേസ്, ഇന്റർ സ്റ്റേറ്റ് സപ്ലയർ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ എനി. എന്ത് പറഞ്ഞു നമ്മള് നേരത്തെ പറഞ്ഞടാ, registration for interstate supply of goods other than handicraft goods and handmade shawl store എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പോ എന്തായിരിക്കും നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആളെന്താ, ടാക്സബിൾ ഗുഡ്സ് ഏത് എമൗണ്ടോ ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ് അല്ലാത്ത ഏത് ടാക്സബിൾ ഗുഡ്സിന്റെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ആളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ആരാ? ടാക്സബിൾ ഗുഡ്സ്, ഹാൻഡിക്രാഫ്റ്റ് അല്ലാത്ത മറ്റ് ഏത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഒരാളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻട്രാസ്റ്റേറ്റ് നമ്മളെ ലിമിറ്റ്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈയുടെ കേസാണ് പറയുന്നത്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാര് അതർ ദാൻ ഹാൻഡിക്രാഫ്റ്റ് അല്ലാത്ത ഗുഡ്സിന്റെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി ഇന്റർസ്റ്റേറ്റ് സപ്ലയർ ഓഫ് സർവീസ് ഹാവിംഗ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. എന്താ, സർവീസിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സർവീസിന്റെ കേസിൽ ടേൺ ഓവർ ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. അപ്പോ ഇന്റർസ്റ്റേറ്റ് സപ്ലയർ ഓഫ് സർവീസ് ഹാവിംഗ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡിംഗ് 20 അല്ലെങ്കിൽ 10 ലക്ഷം ലിമിറ്റിന് മുകളിൽ ഇന്റർസ്റ്റേറ്റ് സർവീസിന്റെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഗുഡ്സിന്റെ കേസിൽ എന്താണ്, ഹാൻഡിക്രാഫ്റ്റ് അല്ലാത്ത ഗുഡ്സിന്റെ കേസിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. സർവീസിന്റെ കേസിൽ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ ആളാണ്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അതർ ദാൻ ഹാൻഡിക്രാഫ്റ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? എന്താ പറഞ്ഞത്? പേഴ്സൺ ഇൻക്ലൂഡിംഗ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ സപ്ലൈങ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് സ്റ്റോൾസ് ആൻഡ് ഷോൾസ് എക്സെട്രാ ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു.
ഓക്കെ, അപ്പൊ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും ഈ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ എന്താ അപ്ലിക്കബിൾ ആയിരിക്കും? ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ലേ? അപ്പോ ഹാൻഡിക്രാഫ്റ്റ് അല്ലാത്ത ബാക്കിയുള്ള കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഒക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി റെസിപ്പിയന്റ് അണ്ടർ RCM റെസിപ്പിയന്റ് 9 സബ്സെക്ഷൻ 3 നമ്മൾ പറഞ്ഞില്ലേ കുറെ RCMന്റെ കേസ്. പിന്നെ 9 സബ്സെക്ഷൻ 4 നമ്മുടെ പ്രൊമോട്ടറുടെ കേസാണ്. നമ്മൾ സ്പെസിഫൈഡ് കേസും സിമന്റ് ഇൻപുട്സ് ഓർക്കുന്നുണ്ടല്ലോ, ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ തേപ്പൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിടാം. ഇനി 6 റെസിപ്പിയന്റ് അണ്ടർ RCM പ്രകാരം ആരാണോ റെസിപ്പിയന്റ് അയാളല്ലേ ടാക്സ് അടയ്ക്കേണ്ട ആള് ആണല്ലോ. RCM സർവീസ് വാങ്ങുന്ന ആളാണല്ലോ ടാക്സ് അടയ്ക്കേണ്ടത് അല്ലേ? എവിടെ പോയി? ഓക്കെ. അപ്പോ ഐ എന്താണ്? ഇന്റർസ്റ്റേറ്റ് സപ്ലയറുടെ കേസ്. ടാക്സബിൾ ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആണെങ്കിൽ ലിമിറ്റ് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. സി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ആർ റെസിപ്പിയന്റ് RCM. ഓക്കെ, റെസിപ്പിയന്റ് അണ്ടർ RCM. ഇനി ECO who are required to pay tax under section 9 subsection 5. ECO who are required to pay tax under നേരത്തെ നിങ്ങൾ പറഞ്ഞ കേസ് തന്നെ. ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ വേ ഓഫ് മോട്ടോർ ടാക്സി, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ് ആ സാധനം. അക്കോമഡേഷൻ, ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ? ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഈ കേസസിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ECO ആണ്. അപ്പൊ അയാൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ECO who is required to collect tax at source under section 2. TCS ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് നിങ്ങൾ ടാക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ GSTയുടെ കേസില് നമ്മൾ ആമസോൺ പോലത്തെ സാധനങ്ങളില്ലേ, ആമസോൺ, ഫ്ലിപ്കാർട്ട്. അപ്പോ നമ്മൾ ആമസോൺ എന്താണ്? ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. അയാളുടെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് വിൽക്കാൻ ഒരു ഏജന്റുമാര് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ECO എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഈ ഫോണ് ഞാൻ ആമസോൺ ത്രൂ വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. ആമസോൺ ത്രൂ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആമസോൺ നിങ്ങളായിരിക്കും വാങ്ങിയത്. ഓക്കെ, നിങ്ങൾ അതിന്റെ ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആമസോൺ എനിക്ക് തരുന്ന എമൗണ്ടിൽ നിന്നും ഒരു പെർസെൻറ്റേജ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതേ എനിക്ക് തരുള്ളൂ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓക്കെ, നിങ്ങളാണ് സോഴ്സിൽ നിന്നും കളക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, സപ്ലയർക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ECO ടാക്സ് കളക്ട് ചെയ്യാൻ ലയബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, TCSും TDSും നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈഡ് ആയിട്ട് പോകാത്തെ. ഓക്കെ, സംഭവത്തിലുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി ഏജന്റ് മേക്കിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് സപ്ലയറുടെ ഏജൻസ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. സപ്ലയർക്ക് പകരം ഗുഡ്സോ സർവീസോ വിൽക്കുന്ന ആള് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ TDS, TCSന്റെ കൂടെ തന്നെ പഠിക്കാം. TDS കളക്ട് ചെയ്യേണ്ട ആൾക്കാരായിരിക്കാണ്. ഇപ്പൊ ഗവൺമെന്റൽ ഏജൻസീസ് നിന്ന് സിമ്പിൾ ആയിട്ട് ഗവൺമെന്റൽ അതോറിറ്റീസ് എന്ന് പറയാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റൽ അതോറിറ്റിയിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് എടുത്തു, ഞാൻ ആ കോൺട്രാക്ട് ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിൽ എനിക്ക് അവര് പേയ്മെന്റ് തരുമല്ലോ. അപ്പൊ ഞാൻ 10 ലക്ഷത്തിന്റെ കോൺട്രാക്ട് എടുത്തേന്ന് വിചാരിച്ചോ, 10 ലക്ഷത്തിന്റെ കോൺട്രാക്ട് എടുത്തേന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ 10 ലക്ഷത്തിൽ നിന്നും എന്റെ
ടാക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ടാണ് ഗവൺമെന്റ് എനിക്ക് തരുള്ളൂ. ഗവൺമെന്റ് എനിക്ക് തരുള്ളൂ. ഓക്കെ, ക്ലിയർ? TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്, ഞാൻ സർവീസ് സപ്ലൈ ചെയ്യുന്ന ആളാന്ന് വിചാരിച്ചോ. ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കോൺട്രാക്ട് എടുത്തു, ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു, എനിക്ക് പേയ്മെന്റ് തരുമ്പോൾ ടാക്സ് എമൗണ്ട് ഒരു സെർട്ടൈൻ പെർസെന്റേജ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമേ എനിക്ക് എന്ത് തരുള്ളൂ, എമൗണ്ടാണ് എന്റെ കയ്യിൽ തരുള്ളൂ. ഓക്കെ, അങ്ങനെ ഡിഡക്ട് ചെയ്യുന്ന ഈ ഗവൺമെന്റൽ അതോറിറ്റീസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ TDS ഡിഡക്ടേഴ്സ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, ഓർമ്മ ഉണ്ടല്ലോ, പറയേണ്ട കാര്യമല്ലോ. OIDR, ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആക്സസ് ആൻഡ് റിട്രീവൽ സർവീസസ്, ഓർമ്മ ഉണ്ട്. OIDR supplier located outside India making supplies to a non-resident person in India. ഇന്ത്യയിലെ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് OIDR എന്തെങ്കിലും സർവീസ് നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും OIDR നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ, നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരാൾ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സപ്ലൈ നൽകുമ്പോൾ അവിടെ എന്ത് അപ്ലിക്കബിൾ ആണ്, RCM അപ്ലിക്കബിൾ ആണ്. നമ്മൾ ലാസ്റ്റ് പോയിന്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ കേസിൽ RCM അപ്ലൈ ചെയ്യും. അത് എന്തോ ഒരു പ്രശ്നം ചെറിയതായിട്ട് കട്ടായി വന്നതാണ്. സോമിത്ത് പോയോ? ഞാൻ മാത്രമേ ഉള്ളൂ. എന്നൊന്ന് ഹോസ്റ്റാക്കി. എല്ലാരും ഉണ്ട്, പക്ഷെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. നീ ഒന്ന് ഹോസ്റ്റ് ആക്കി തരുമോ? ശരി, ഞാനാണ് ഹോസ്റ്റ്. അതല്ല ഞാൻ പറഞ്ഞ, നെറ്റ് കട്ടായപ്പോ നീ ആയി. ഓക്കെ, അപ്പോ നമ്മളിപ്പോ OIDR സർവീസിൽ ഞാൻ OIDR ചെയ്യുന്ന ആളാണെങ്കിൽ, ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആക്സസ് റിട്രീവൽ ചെയ്യുന്ന ആളാണെങ്കിൽ, ഞാൻ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണ്, അയാൾ ഇന്ത്യയിലുള്ള രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ OIDR നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ RCM അപ്ലിക്കബിൾ ആണ്. അവിടെ എന്താണ്, OIDR നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. ഓർമ്മ ഉണ്ടല്ലോ, നോൺ റെസിഡന്റ് ടാക്സ് പേഴ്സൺ ആരാണ്? ഇനി സപ്ലയർ ഓഫ് ഗുഡ്സ് ഓഫ് എനി എമൗണ്ട് ടു ECO ത്രൂ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ഏത് എമൗണ്ടും ആയിക്കോട്ടെ, ഗുഡ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ECO ത്രൂ സപ്ലൈ ആണ്. ഗുഡ്സ് ആണെങ്കിൽ ഏത് എമൗണ്ട് ആയിക്കോട്ടെ, സർവീസ് ആണെങ്കിൽ എന്താണ്, 20 lakhന്റെ ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കമ്പൽസറി രജിസ്ട്രേഷൻ. ഒന്ന് ഓർത്ത് നോക്കിയേ,
ഐ ഒന്ന് പറഞ്ഞേരാ. ആരാ ഐ ഐ ആരാ? ഐ ഐ ഐ ക്രിയേഷൻസ് അല്ലേ? ഐ മുതൽ പോരട്ടെ. എന്താണ് ഒരു ഉഷാർ? വൈകുന്നേരം ചായ കുടിച്ചില്ലല്ലോ. ഹലോ, ഇപ്പോഴും ഉണ്ടല്ലോടാ. ഇപ്പൊ ഹലോ, ഇപ്പൊ ക്ലിയർ? ഹലോ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഇപ്പോ ശരിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആയില്ലേ? ഇതെന്താണ് ശരിയായിട്ടാണോ? എടാ ആ ഇനി കേക്കണ്ട, ചോദിക്കുന്നതിന് മറുപടി പറ. ഓക്കെ, ഐ ആരാ? ഐ ക്രിയേഷൻസ്. ഐ ഇസ് ഈക്വൽ ടു പറ. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഗുഡ്സ് അതർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സർവീസ് ത്രസ്ഹോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ലെ? സി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണല്ലോ. ഇപ്പൊ തന്നെ ഓർപ്പിച്ചോട്ടോ ഈ സാധനമൊക്കെ ആരാണ് നിർബന്ധമായിട്ടും അടിച്ചു പോരാവുന്ന കാര്യമുള്ളൂ. 2 മാർക്ക് വന്നിട്ടില്ലേ? സെയിം ആയിക്കോട്ടെ. ആരാ? ഈസിയോ കമ്പൽസറി ലയബിൾ ടു പേ ടാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ THS ഡിഡക്ട് ചെയ്യേണ്ട ഈസിയോ ആയിക്കോട്ടെ. ഈ 2 കേസിൽ കേട്ടോ, ഒന്നുകിൽ നമ്മൾ 5 സബ്സെഷൻ 5 അല്ലെങ്കിൽ 9 സബ്സെഷൻ 5 പ്രകാരം ഹൗസ് കീപ്പിംഗ് 3 അല്ല ഈസിയോ TCS കളക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എങ്കിൽ ആ കേസിലും എന്താണ് ഈസിയോ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സൗണ്ട് പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് ഞാൻ ടൈപ്പിംഗ് ഞാനിപ്പോ ഒന്ന് ഹോൾഡ് ചെയ്യണം.
അപ്പോ ISD OIDAR N നോൺ റെസിഡന്റ് ആണോ? ടാക്സബിൾ പേഴ്സൺ. S സപ്ലയർ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ലിമിറ്റ് ഇല്ല. സർവീസ് ആണെങ്കിൽ ത്രെഷോൾഡ് ലിമിറ്റ് അപ്ലിക്കബിൾ. ഏത്? സപ്ലൈങ് ത്രൂ ECO. ഇത്രയും കാര്യങ്ങളാണ് കമ്പൽസറി രജിസ്ട്രേഷനുള്ള. അതുകൂടെ 22, 23, 24 കഴിഞ്ഞിട്ട്. ഓക്കെ, ഈസി അല്ലേ സാധനം? ജസ്റ്റ് ഒന്നും കൂടെ വായിച്ചാൽ മതി, ക്ലിയർ ആവും. പിന്നേക്ക് മാറ്റി വെക്കേണ്ട, ഇന്ന് തന്നെ വായിക്കാം. ഇന്ന് പറ്റിയില്ലെങ്കിലും നാളെ രാവിലെങ്കിലും വായിക്കാം. ഓക്കെ, ഇന്ന് തന്നെ ചെയ്യുമെന്നുള്ളത് എല്ലാവരുടെയും കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ രാവിലേക്ക്. ഓക്കെ, ഇന്ന് പറ്റുകയാണെങ്കിൽ 9 മണിക്ക് ശേഷം സമയം ഉണ്ടല്ലോ, 10, 11. എല്ലാവരും നേരത്തെ കറക്കുന്ന ടീമൊന്നുമല്ലല്ലോ. അപ്പോൾ മാക്സിമം വായിക്കാം. ഇനി അടുത്തത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഒരാള് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ഫയൽ ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഒരു രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യേണ്ടി വരും? സാധാരണ എന്താ ചെയ്യാ? രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യും അല്ലെ? അപ്ലൈ ചെയ്യല്ലേ ചെയ്യാം. ഓക്കെ, അപ്പോ അങ്ങനെ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ നമ്മൾ ഏത് ത്രൂ ആണ് അപ്ലൈ ചെയ്യാ? ഏത് ത്രൂ ആണ് അപ്ലൈ ചെയ്യാ? എന്തിനാ അപ്ലൈ ചെയ്യാ? GSTയുടെ എല്ലാത്തിനും എന്തോ ഒരു സാധനം നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഇല്ലേ? ഒരു വെബ്സൈറ്റോ എന്തോ GST നെറ്റ്വർക്കോ എന്തൊക്കെയോ കാര്യം അല്ലേ? www.gst.gov.in അല്ലെ? ഓക്കെ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നെയിം, ഇമെയിൽ ID, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, പാൻ നമ്പർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ബാങ്ക് ഡീറ്റെയിൽസ് പതുക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. ബാങ്ക് ഡീറ്റെയിൽസ് അപ്പൊ തന്നെ ആവശ്യമില്ല. നമ്മൾ നോർമലി GST രജിസ്ട്രേഷൻ എടുക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ എടുത്തതായിട്ട് പരിചയമുള്ള ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ആദ്യം പാൻ കാർഡ്, അതേപോലെ നെയിമും അഡ്രസ്സും, നമ്മളെ സ്ഥാപനത്തിന് ഒരു പേരും, ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡും, ഓക്കെ, റെന്റ് അഗ്രിമെന്റ് ആണെങ്കിൽ റെന്റ് അഗ്രിമെന്റ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് ഇതൊക്കെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടത് സൈറ്റില്. ചുമ്മാ പറഞ്ഞോളൂ. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ഞാൻ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, ആദ്യം ഞാൻ അപ്ലൈ ചെയ്യണം. ആ അപ്ലിക്കേഷന്റെ രജിസ്ട്രേഷന്റെ ഫോമാണ് എന്ത്? REG 01. ഓക്കെ, REG 01 പ്രൊസീജിയർ ആണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്ത് ചെയ്യാം? REG 01 നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ അപ്ലൈ ചെയ്തതിന്റെ ഒരു റഫറൻസ് നമ്പർ, ഒരു ടെമ്പററി റഫറൻസ് നമ്പർ ആയിട്ട് നമുക്കൊരു നമ്പർ തരും. ഓക്കെ, ഒരു അക്നോളജ്മെന്റ് തരും. ആ അക്നോളജ്മെന്റ് ഫോം നമുക്ക് ഏതിലാ കിട്ടുക? GST REG 02. ഓക്കെ, GST REG 02. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്തതിന്റെ റെസിപ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഇല്ലടാ ഒരു റഫറൻസ് നമ്പർ ജനറേറ്റ് ആവില്ലേ, അതേപോലെ ഒരു ടെമ്പററി റഫറൻസ് നമ്പർ നമുക്ക് എന്ത് കിട്ടും? അക്നോളജ്മെന്റ് വഴി കിട്ടും. ഓക്കെ, അതിന് നമ്മൾ REG 02 എന്ന് പറയും. അക്നോളജ്മെന്റ് REG 02. ഇനി നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ നോട്ടീസ് അയക്കാം. ഓക്കെ, നോട്ടീസ് നമുക്ക് അയക്കാം. ക്ലിയർ? അങ്ങനെ നോട്ടീസ് അയക്കുന്ന ഫോമിനെയാണ് REG 03 എന്ന് പറയാം. ഓക്കെ, നോട്ടീസ് ഫോർ ഡിസ്ക്രിപ്പൻസീസ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും
പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് നമുക്ക് അയക്കും. ഈ നോട്ടീസിന്റെ പേരാണ് REG03. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് നമുക്ക് അയക്കും. ആദ്യം എന്ത് ചെയ്തു? ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു അക്നോളജ്മെന്റ് കിട്ടി. നീ അപ്ലൈ ചെയ്തതിന്റെ ഒരു സ്ലിപ്പ്, അക്നോളജ്മെന്റ് സ്ലിപ്പ് എനിക്ക് കിട്ടിയെന്ന് കൂട്ടിക്കോ. അക്നോളജ്മെന്റ് കിട്ടി. ഓക്കെ, ഇനി അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് എഴുതണം കേട്ടോ, അക്നോളജ്മെന്റ്. ഓക്കെ, ഇനി REG03 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അപ്ലൈ ചെയ്തു, ഇതെനിക്ക് കിട്ടി. ഇനി അവർക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പോരായ്മകൾ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? എനിക്ക് നോട്ടീസ് അയക്കാം. ആ നോട്ടീസിന്റെ ഫോമാണ് REG03. REG03. ഇനി അവർ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കൈയും കെട്ടി നോക്കിന്നാ മതിയോ? അവർ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? തന്നെ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരുമോ? എന്ത് ചെയ്യേണ്ടി വരും? നോട്ടീസിന് എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണ്ടേ? എടാ ഇപ്പൊ വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് അക്നോളജ്മെന്റ് കിട്ടി. അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ അയാൾക്ക് വേണമെങ്കിൽ അത് അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നോട്ടീസ് അയക്കാം. ഡയറക്റ്റ് റിജക്ട് ചെയ്യാൻ പറ്റില്ല, നോട്ടീസ് അയക്കാം. നോട്ടീസ് അയച്ചു, ഞാൻ ആ നോട്ടീസ് അയക്കാനും 3 ദിവസമാണ്. ഒന്നുകിൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരാം, അല്ലെങ്കിൽ നോട്ടീസ് അയക്കണം 3 ദിവസത്തിനുള്ളിൽ. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് നോട്ടീസ് വന്നു. അതിന് ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 7 വർക്കിംഗ് ഡേയ്സ് ആണ്. എത്ര വർക്കിംഗ് ഡേയ്സ്? 7 ദിവസം. 7 ദിവസം. 3 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടി? നോട്ടീസ് കിട്ടി. നമ്മൾ അതിന്റെ റിപ്ലൈ കൊടുക്കേണ്ടത് 7 ദിവസത്തിനുള്ളിൽ. ഓക്കെ, 7 ദിവസത്തിനുള്ളിൽ ഞാൻ അതിന്റെ റിപ്ലൈ കൊടുക്കണം. അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? റിപ്ലൈ അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അയാൾക്ക് എന്ത് ചെയ്യാം? RC തരാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരാം. ഓക്കെ, ഇനി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലോ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങളാണ് എന്റെ പ്രോപ്പർ ഓഫീസർ. എന്റെ സാധനം ഇവാലുവേറ്റ് ചെയ്യുന്ന ആള് നിങ്ങളാന്ന് വിചാരിച്ചു. ഞാൻ അപ്ലൈ ചെയ്തു, നിങ്ങൾ എനിക്ക് ARN തന്നു. പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഒന്നുകിൽ എനിക്ക് 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരാം. നിങ്ങൾ തന്നില്ല, നിങ്ങൾക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എനിക്ക് നോട്ടീസ് അയച്ചു, 3 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ദിവസത്തിനുള്ളിൽ റിപ്ലൈ തരണം? എത്ര ദിവസടാ? നിങ്ങൾ ഓഫീസർ 7 ദിവസത്തിനുള്ളിൽ ഞാൻ റിപ്ലൈ തന്നു. നിങ്ങൾക്കത് തൃപ്തികരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ എന്താ അപ്ലൈ ചെയ്ത്? രജിസ്ട്രേഷൻ അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഗ്രാൻഡ് ചെയ്യേണ്ടി വരിക? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ തന്ന മറുപടിയിൽ തൃപ്തരല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും അല്ലെ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് രജിസ്ട്രേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഒരു അമെൻമെന്റ് വന്നതുകൊണ്ട് ആധാർ ഓതന്റിക്കേഷന്റെ കുറച്ച് കാര്യം പഠിക്കാനുണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി ഇപ്രാവശ്യം ചോദിക്കും. കാരണം അമെൻമെന്റ് ആണ്, നമുക്കിപ്പോ മുതൽ അപ്ലിക്കബിൾ ആണ്. സോ ആധാർ ഓതന്റിക്കേഷന്റെ കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. ഫോളോ ചെയ്താൽ മതി, ഈസി സാധനങ്ങളാട്ടോ. ഓക്കെ, ഇനി ഇതില് REG04 എന്താ? റിപ്ലൈ. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നത്. REG05 എന്താ? നിങ്ങൾ റിജക്റ്റ് ചെയ്തു ഒന്നുകിൽ. REG06 എന്താ? നിങ്ങൾ
സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഒന്നുകിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യം പഠിച്ചു. അപ്പോ വളണ്ടറി രജിസ്ട്രേഷൻ അല്ലാത്ത കേസിൽ നോർമലി ഒരാൾ എന്ത് ചെയ്യുക, അയാൾ എന്നാണോ ലയബിൾ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അയാൾ ഡിക്ലെയർ ചെയ്യണം എന്തൊക്കെ, ലീഗൽ നെയിം ഓഫ് ബിസിനസ്, പാന്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. ബിസിനസിന്റെ ലീഗൽ നെയിം എന്താണ്, പാൻ കാർഡ് നമ്പർ, അതേപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. OTP അപ്പൊ തന്നെ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, അതേപോലെ വെരിഫൈ ചെയ്യണം. നമുക്ക് OTP വരും, നമ്മളത് വെരിഫൈ ചെയ്യണം, മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലും വരും. ക്ലിയർ? അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. ഇനി അപ്ലൈ ചെയ്തത് REG01. ഒന്നുകിൽ എനിക്ക് REG01 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ എന്ത് കിട്ടൂടാ, എന്ത് കിട്ടും, നമ്മൾ എന്ത് കിട്ടുന്ന പറഞ്ഞേ, എന്ത് കിട്ടും, അക്നോളജ്മെന്റ് അല്ലെ, അക്നോളജ്മെന്റ്. അത് ഏതായിരുന്നു ഫോം, REG02. ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. REG02 റിസീവ്ഡ് ഡയറക്ട്ലി, REG02 REG02 റിസീവ്ഡ് ഡയറക്ട്ലി അല്ലെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫയലിംഗ് REG01. REG01 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് കിട്ടും, REG02 കിട്ടും. REG02 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കാം, അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഒന്നുകിൽ REG06 അല്ലെങ്കിൽ REG03 അല്ലേ, ക്ലിയർ അല്ലേ സാധനം. ഒന്നുകിൽ നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരും. REG02 REG01 ഫയൽ ചെയ്തു, അക്നോളജ്മെന്റ് തന്നു, നമ്മൾ ഫയൽ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ തൃപ്തികരമാണ്, നിങ്ങൾക്ക് സംശയങ്ങളോ നോട്ടീസ് അയക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതാണ് REG02 to REG06. ഇനി REG02 നിന്നും ഒന്നുകിൽ എന്ത് ചെയ്യാം, നോട്ടീസ് അയക്കാം. നോട്ടീസിന്റെ നമ്പർ എത്രയായിരുന്നു, REG03. ഈ രണ്ടിനും അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 വർക്കിംഗ് ഡേയ്സ് ആണ്. 3 വർക്കിംഗ് ഡേയ്സ്. അപ്ലിക്കേഷൻ ഡെഫിഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ നോട്ടീസ് അയാൾക്ക് അയക്കും. 7 ദിവസമാണ് റിപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്ലിക്കേഷൻ പ്രോപ്പർ ആണെങ്കിൽ PO എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്ത് തരും. അതിന്റെ ഫോമാണ് REG06. ക്ലിയർ അല്ലേ? ഇനി REG03 നിന്ന് എന്ത് ചെയ്യും, നമ്മൾ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ REG04 നമ്മൾ അതിന്റെ റിപ്ലൈ കൊടുക്കേണ്ട സമയം 7 ദിവസം, 7 വർക്കിംഗ് ഡേ ആണ് അതിന്റെ സമയം റിപ്ലൈ കൊടുക്കാനുള്ളത്. ഇനി REG04 കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ RC ചെയ്യാം. ഇതിന്റെ സമയം 7 വർക്കിംഗ് ഡേയ്സ് ആണ്. 7 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ 3 വർക്കിംഗ് ഡേ, 7 വർക്കിംഗ് ഡേ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇല്ലേ? ഇതിനുള്ളില് RC ഇഷ്യൂ ചെയ്തില്ല, നോട്ടീസും അയച്ചില്ല. ഐ മീൻ രജിസ്ട്രേഷനും ഗ്രാൻഡ് ചെയ്തില്ല, നോട്ടീസും അയച്ചില്ല. അപ്പൊ എന്തിനായിരിക്കും ഈ ഡേയ്സ്? എടാ ഫോളോ ചെയ്യുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ സൗണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ? ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ആധാർ ഒതന്റിക്കേഷൻ. എവിടെ എല്ലാരും? അപ്പൊ REG1 കഴിഞ്ഞ് REG2 അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഓഫീസർ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ GST നെറ്റ്വർക്ക് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? എത്ര ദിവസത്തിനുള്ളിൽ GST കോമൺ പോർട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒന്നുകിൽ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നോട്ടീസ് അയക്കണം. എത്ര സമയത്തിനുള്ളിൽ ചെയ്യണടാ? ഒബ്ജക്റ്റീവ് ആണ്. എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം? 7 3 അല്ലേ?
ഞാൻ അപ്ലൈ ചെയ്ത് അക്നോളജ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് നോട്ടീസ് അയക്കാം, അല്ലെങ്കിൽ RC ഇഷ്യൂ ചെയ്ത് തരാം. ഇനി ഞാൻ അതിന്റെ റിപ്ലൈ കൊടുക്കേണ്ട സമയമാണ് എത്ര? അപ്പൊ നീ എവിടെയായിരുന്നു ഇത് പറയുമ്പോ? ഞാൻ അതിന് റിപ്ലൈ കൊടുക്കേണ്ട സമയം എത്രയാ? 7 ദിവസം അല്ലെ? റിപ്ലൈ കൊടുത്തു. ഇനി അതില് എനിക്ക് ഒന്നുകിൽ RC ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം. അതിന്റെ സമയം എത്രയാ? നല്ല ചിന്തയാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ കടന്ന് ചിന്തിച്ചാൽ ചിലപ്പോ ആൻസർ തെറ്റൂട്ടോ. അതുകൊണ്ട് ഇത്ര കടന്ന് ചിന്തിക്കണ്ട, നോർമൽ ചിന്ത മതി. ഓക്കെ, റെഡി അല്ലേ? ഇനി അപ്പോ ഈ പറഞ്ഞ 3 ദിവസം 7 ദിവസം പറഞ്ഞില്ലേ? അപ്പൊ ഞാനൊരു പ്രോപ്പർ ഓഫീസറാന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ രജിസ്ട്രേഷൻ തരുന്ന ആളാന്ന് വിചാരിക്കും. ഞാനാണ് കോമൺ പോർട്ടൽ, അല്ലെങ്കിൽ ഞാൻ ത്രൂ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ശരിക്കും തരണം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്ത് തരണം. അപ്പൊ നിങ്ങൾ REG 02 ഒക്കെ 1 ഫയൽ ചെയ്തു, ഞാൻ അക്നോളജ്മെന്റ് തന്നു. 3 നോട്ടീസ് അയച്ചിട്ടില്ല, പോരാത്തതിന് ഞാൻ RC ഇഷ്യൂ ചെയ്തിട്ടില്ല. ഞാൻ എത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം? 3 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലോ, ഞാൻ നോട്ടീസ് അയച്ചില്ല, RC തന്നില്ല, അപ്പൊ എന്തായിരിക്കും? 3 ദിവസം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ട അവിടെ? അല്ലെ പിന്നെ 3 ദിവസം എന്ന് പറയണോ? എപ്പോഴെങ്കിലും ചെയ്താൽ പോരെ? അല്ലെ? 3 ദിവസം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ 7 ദിവസം എന്ന് പറയണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അല്ലെ പിന്നെ ദിവസം മെൻഷൻ ചെയ്യണോ? ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോ ഈ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഞാൻ നോട്ടീസും ഇഷ്യൂ ചെയ്തില്ല, അതേപോലെ രജിസ്ട്രേഷനും തന്നിട്ടില്ല എങ്കിൽ എന്താണ്? നിങ്ങൾ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ REG 03 ഫയൽ ചെയ്തു. REG 03 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നോട്ടീസോ അല്ലെങ്കിൽ REG 06 എന്ത് നോട്ടീസ് തന്നില്ല, അല്ലെങ്കിൽ RC തന്നിട്ടില്ല എങ്കിൽ, 3 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ്, നമ്മൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും എന്നാ പറയുന്നത്. ഓക്കെ, അതാണ് ഡീംഡ് രജിസ്ട്രേഷൻ. അതാണ് സെക്ഷൻ 26. കൂടെ തന്നെ പഠിച്ചോ, സെക്ഷൻ 26 ഡീംഡ് രജിസ്ട്രേഷൻ. അപ്പോ REG 03 അല്ലെങ്കിൽ REG 06 3 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ ഗ്രാന്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ്, നമ്മൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി ഇഫ് REG 05 ഓർ REG 06 റിജക്ഷനോ അല്ലെങ്കിൽ RCയോ നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഗ്രാന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ്, നമ്മൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. ഇതാണ് ഡീംഡ് രജിസ്ട്രേഷൻ. 2 കേസുള്ളൂ. 3 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ, 7 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്താണ്, ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആണ്. ഈ പറഞ്ഞ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണും OIDARനും TDSനും TCS കളക്ടർക്കും UINനും അപ്ലിക്കബിൾ അല്ല. ഇവർക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ രീതികളാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണും OIDARനും TDS TCSനും UINനും എന്താണ്, ഈ പറഞ്ഞ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ബാധകമല്ല. നമ്മൾ നോർമൽ ഈ കാര്യങ്ങൾ പഠിക്കാം. ക്ലിയർ അല്ലേ? രജിസ്ട്രേഷൻ പ്രൊസീജിയർ ക്ലിയർ അല്ലേ? 1 ഫയൽ ചെയ്തു, 2 അക്നോളജ്മെന്റ് കിട്ടി, 3 നോട്ടീസ്, 4 നോട്ടീസിന്റെ റിപ്ലൈ, 5 റിജക്ഷൻ, 6 ഗ്രാന്റ് ചെയ്ത് തന്നു. ഈ 3 ദിവസം 7 ദിവസം വർക്ക് ചെയ്യുക, ഡീംഡ് രജിസ്ട്രേഷൻ ഓർക്കുക. ഇത്രയും പരിപാടിയുള്ളൂ. ക്ലിയർ അല്ലേടാ? ഹലോ, ക്ലിയർ ആണോ? എവിടെ എല്ലാരും? ഒരു ഉഷാറില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സാധനം. അതെ, രജിസ്ട്രേഷൻ 6 അപ്പൊ 7 days മാത്രം പറഞ്ഞ പോലെ രണ്ടിലും പറഞ്ഞാണ്. 7 ഏത് REG 06ഓ? ഡീമിഡിന്റെ കേസ് വരുമ്പോ
ഡീംഡ് കേസിൽ രണ്ട് കേസസിൽ രണ്ട് സിറ്റുവേഷൻ അല്ലേ? ഒന്ന് ഞാൻ ഫയൽ ചെയ്തു, ഒന്ന് ഞാൻ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, അത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ എനിക്ക് നോട്ടീസ് അയക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, RC ഇഷ്യൂ ചെയ്യാം. ഇതിന് 3 ദിവസമാണ് ടൈം. 3 ദിവസം. ഏത് നമ്മൾ ഫസ്റ്റ് REG 01 ചെയ്യുന്ന സമയത്ത് 1 ചെയ്തു, ഒരു മിനിറ്റ് ഇടാം. 1 ചെയ്തു, 2 കിട്ടി, 2ൽ നിന്നും ഒന്നുകിൽ 3 അല്ലെങ്കിൽ 6 കിട്ടണം. ഓക്കെ, ഈ 3 കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ അടുത്തയിലോട്ട് പോവാ. ഏത് 3 കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് 4. നമ്മൾ റിപ്ലൈ കൊടുത്തു, 4ൽ നിന്നും ഒന്നുകിൽ 5 അല്ലെങ്കിൽ 6. ഈ കേസിൽ 2ൽ നിന്നും 3ലോട്ട് പോകുന്നതാണ് 3 വർക്കിംഗ് ഡേ, 4ൽ നിന്നും 6ലോട്ട് പോകുന്നതാണ് 7 വർക്കിംഗ് ഡേ. ക്ലിയർ? മനസ്സിലായോ? നമ്മൾ ആദ്യം REG 1 ചെയ്തിട്ട് 2 കിട്ടിയല്ലോ അക്നോളജ്മെന്റ്. ഈ അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ 03 നോട്ടീസ് അയക്കണം, അതിനും 3 ദിവസമാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അവര് ഫുൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. ഡയറക്ട്ലി നമ്മളെ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്ത് തരാം. അതിന് സമയം 3 വർക്കിംഗ് ഡേ ആണ്. 3 വർക്കിംഗ് ഡേ ആണ്. ഇനി ഈ നോട്ടീസ് നമുക്ക് അയച്ചു, ഈ നോട്ടീസിന് റിപ്ലൈ കൊടുക്കാനുള്ള സമയം 7 വർക്കിംഗ് ഡേ. ഈ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എത്ര, 7 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ ഇത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ഈ കേസിലാണ് അടുത്ത 7. ഓക്കെ, ഇത് ഒരു 3, ഇത് 7. അപ്പോ ഈ 3 ആണ് ഇവിടെയുള്ള 3. ഈ REG 03 നമ്മൾ എന്ത് ചെയ്തു, REG 03 അല്ലെങ്കിൽ REG 06 2 കഴിഞ്ഞ് 3 6 തന്നിട്ടില്ല എങ്കിൽ, 3 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. ഒരു കേസ്, ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ ആണല്ലോ ഈ REG 05ലോട്ട് വരാം. അതിന്റെ ഇടയിൽ ഒരു 4 ഉണ്ട് കേട്ടോ റിപ്ലൈ കൊടുത്തത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, REG 05 6 ഒന്നുകിൽ എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്ത് തരാം. ഇതിന്റെ സമയം 7 വർക്കിംഗ് ഡേ. ഈ 7 വർക്കിംഗ് ഡേയുടെ ഉള്ളിൽ തന്നിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തതായിട്ട് കണക്കാക്കും. ഇത്രയാണ്. മനസ്സിലായോ? 2 കേസ് മനസ്സിലായോ? ഇത്രയും നേരം കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ. ഇതൊക്കെ സിമ്പിൾ സാധനല്ലേ. അടുത്തത് എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സിമ്പിൾ സാധനം, ഈസി, വെരി ഈസി. എന്താണ്, ഞാൻ അപ്ലിക്കേഷൻ ആക്ച്വലി ഞാൻ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം? ഞാൻ എൻ്റെ 20 lakh ലിമിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ഞാൻ കേരളയിലുള്ള ഒരാളാണ്. ഞാൻ ഗുഡ്സും സർവീസും ചെയ്യുന്ന ആളാണ്. എൻ്റെ ടേൺ ഓവർ 20 lakh ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്തായി ഗുഡ്സും സർവീസും ചെയ്യുന്നുണ്ട്. ഞാൻ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ? 20 lakh ക്രോസ് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ? ഞാൻ എന്നാണോ 20 lakh കവർ ആവുന്നത് അന്ന് മുതൽ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആണോ അതോ അല്ലയോ? ചെയ്യണം. എന്നാണോ 20 ലക്ഷം കഴിയുന്നത് അന്ന് മുതൽ ഞാൻ എന്താണ്, ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ആണ്. അങ്ങനെ ഞാൻ ലയബിൾ ആയി. എന്നാണോ ലയബിൾ ആയത്, ഓക്കെ, എന്നാണോ ലയബിൾ ആയത്, ലയബിൾ ടു ബി രജിസ്റ്റേർഡ് എന്നാണോ ലയബിൾ ആയത്, അതിൽ നിന്നും 30 ദിവസത്തിനുള്ളിൽ വിത്തിൻ 30 days ഞാൻ എന്ത് ചെയ്തിരിക്കണം? വിത്തിൻ 30 days ഞാൻ എന്ത് ചെയ്യണം? രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെ നമ്മൾ വിത്തിൻ 30 days അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണോ നമ്മൾ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ആയത്, ഓക്കെ, എന്നാണോ ലയബിൾ ആയത് അന്ന് മുതൽ നമ്മൾ എന്താണ് നമ്മൾ രജിസ്ട്രേഷൻ എഫക്റ്റീവ് ആണ്. എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണോ ലയബിൾ ആയത് ആ ഡേറ്റ് ആണ്. ഇനി ഞാൻ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തില്ല, 30 ദിവസത്തിനുള്ളിൽ ഞാൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തില്ല, അപ്പൊ എന്തായിരിക്കും?
എന്നാണോ എനിക്ക് RC ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത് ആ ഡേറ്റ്. ഓക്കെ, എന്നാണോ എനിക്ക് RC കിട്ടുന്നത് ആ ഡേറ്റ്. ക്ലിയർ? അപ്പൊ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇഫ് അപ്ലിക്കേഷൻ ഈസ് മെയ്ഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേ ഹി ബിക്കം ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. അപ്ലിക്കേഷൻ 30 ദിവസത്തിനുള്ളിൽ എന്നാണോ ഇയാൾ ലയബിൾ ആയത് അതിൽ നിന്നും ആ ദിവസത്തിൽ നിന്നും 30 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണ്? എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണോ ഞാൻ ലയബിൾ ആയത് ആ ഡേറ്റ് ആണ്. ഓക്കെ, എന്നാണോ ഞാൻ 20 lakh ക്രോസ് ചെയ്തത്, എന്നാണോ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ കമ്പൾസറി ആയി വന്ന സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്തത്, അതിൽ നിന്നും 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്നാണോ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനായ ദിവസം അന്ന് മുതൽ ഞാൻ എന്താണ് രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. എൻ്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ ഡേറ്റ് ആണ്. ഓക്കെ, ഞാൻ ജനുവരി, ഫോർ എക്സാമ്പിൾ, ഞാൻ ജനുവരി 10 എന്ത് ചെയ്തു? 20 ലക്ഷം കവർ ചെയ്തു എന്ന് വിചാരിച്ചോ. 20 ലക്ഷം കവർ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്യണമല്ലോ. ഈ 20 ലക്ഷത്തിന് ഞാൻ അപ്ലൈ ചെയ്തത് ജനുവരി 10 ഞാൻ എഴുതി തരാം. വെയിറ്റ് ചെയ്യാൻ, കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. അപ്പോ ജനുവരി 10 ഞാൻ എന്ത് ചെയ്തു? ക്രോസ്ഡ് 20 lakh. ഓക്കെ, ഗുഡ്സും സർവീസും ഉണ്ട്. അപ്പൊ ഞാൻ ലയബിൾ ആയത് ഈ ദിവസം. ഞാൻ അപ്ലൈ ചെയ്തത് ജനുവരി 25. ജനുവരി 25 എനിക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്ത് കിട്ടിയത് 30-ാണ് എനിക്ക് എന്ത് കിട്ടിയത്? രജിസ്ട്രേഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോ 30 ആണോ എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, 10 ആണോ എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ? എന്ന് മുതലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കുക? എന്ന് മുതലാ? ജനുവരി 10. എല്ലാവർക്കും ഓക്കെ ആണോ? സാധനം കത്തിയോ? സീതു കറക്റ്റ് ആണോ? ജനുവരി 10. ഓക്കെ, ക്ലിയർ? അപ്പോ ജനുവരി 10 എന്റെ ടാക്സബിൾ ഇവന്റ്, ഞാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഇവന്റ് സംഭവിച്ചു. എന്നാണ് ഞാൻ ലയബിൾ ആയത് ആ ഡേ എന്ന് പറയുന്നത് ജനുവരി 10. ഞാൻ 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ അപ്ലൈ ചെയ്തത് ജനുവരി 10 അല്ലേ, ഞാനൊരു ഫെബ്രുവരി 20 ഞാൻ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്ലൈ ചെയ്തത് ഫെബ്രുവരി 20. രജിസ്ട്രേഷൻ കിട്ടിയത് ഫെബ്രുവരി 25 വിചാരിച്ചു. ഈ കേസില് ജനുവരി 10 ആണോ അതോ ഫെബ്രുവരി 25 ആണോ? ഏതാ? ജനുവരി 10 ആണോ അതോ ഫെബ്രുവരി 25 ആണോ? മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? എടാ ക്ലിയർ അല്ലേ സാധനം? എന്താ ആർക്കും ഒരു റിപ്ലൈ ഒന്നും ഇല്ലാത്തത്? ഇതൊക്കെ സിമ്പിൾ സാധനമാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഞാനൊരു എന്നാണോ ഞാൻ ലയബിൾ ആയത് ആ ലയബിൾ ആയത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലയബിൾ ആയ ദിവസം എന്നാണ് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനായ ദിവസം അന്ന് മുതൽ ഞാൻ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആണ്. അന്നാണ് എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അന്ന് മുതൽ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കും. ഓക്കെ, എന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റ് ആയിരിക്കും. ഇനി 30 ദിവസത്തിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്നാണോ എനിക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്ത് കിട്ടിയത് ആ ഡേറ്റ് ആണ് എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പൊ ഈ കേസിൽ ഫെബ്രുവരി 20 ഞാൻ അപ്ലൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 10 നിന്നും 30 ദിവസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 14 അല്ലേ വരാം? സോറി, ഫെബ്രുവരി എത്ര വരും? 8 10 ദിവസം 21 9 അല്ലെ? 9-ാം തീയതി. അപ്പോ ഫെബ്രുവരി 9-നുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടോ?
ഞാൻ എന്നാ ചെയ്തത്? ഫെബ്രുവരി 20. അപ്പൊ എന്നാണോ എനിക്ക് രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്ത് കിട്ടിയത് ആ ഡേറ്റ് ആണ് എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അന്ന് മുതലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കുക. ഓക്കെ, അതുവരെ ഞാൻ ടാക്സ് ഒന്നും കളക്ട് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യാത്തതിന് എന്ത് ചെയ്യണം? നമുക്ക് പെനാൽറ്റി പ്രൊവിഷൻസ് ഒക്കെ വരും. അത് പിന്നീടുള്ള കാര്യം, അത് നമുക്ക് പഠിക്കാനില്ല, അതവിടെ ഇരുന്നോട്ടെ. 122, 73, 74 ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ആവശ്യം. ഓക്കെ, ഇനി ഇഫ് യെസ് ആണെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കം ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, എന്നാണോ അയാൾ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ ആയത് ആ ഡേറ്റ്. നോട്ട് മെയ്ഡ് വിത്തിൻ ടൈം, ഡേറ്റ് ഓൺ വിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടിയത്, ഈ ഡേറ്റ്. ഓക്കെ, ഇനി റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ജനുവരി 10. ജനുവരി 10 എന്താണ്? ജനുവരി 10 ആണ് എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അല്ലെ? ജനുവരി 10 ആണ് എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എനിക്ക് രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്തത് എന്നാടാ? ജനുവരി 30 അല്ലെ? ജനുവരി 30. അപ്പൊ ഇതിന്റെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷന് ഞാൻ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പ്? പറ്റുമോ? ഇല്ല. ഇല്ലല്ലോ. രജിസ്റ്റർ ചെയ്യാതെ എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, സമ്മതിച്ചു. അപ്പോ ആക്ച്വലി എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഈ കേസിൽ എന്നാ? ഇത് രജിസ്ട്രേഷൻ കിട്ടിയ ദിവസം. ഏതാ എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ? ജനുവരി 10. അപ്പൊ ഈ ജനുവരി 10 മുതൽ ജനുവരി 30 വരെ നടന്ന ട്രാൻസാക്ഷൻ ഇല്ലേ, ജനുവരി 10 ടു ജനുവരി 30, ഈ ട്രാൻസാക്ഷൻ ശരിക്കും ഞാൻ ടാക്സ് ഇൻവോയ്സ് അല്ലേ ഇഷ്യൂ ചെയ്യേണ്ടത്? RC കിട്ടിക്കഴിഞ്ഞാൽ എന്റെ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 10 ആണല്ലോ. 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 10 ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി അവിടെ എന്ത് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഡേറ്റ് ജനുവരി 10 ആയി, അന്ന് മുതലാണ് ഞാൻ രജിസ്റ്റർ ആയത്. അപ്പൊ ആക്ച്വലി ഞാൻ അവിടെ എന്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ടേ? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ടേ? ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഏത് ഇൻവോയ്സ് ആയിരിക്കും? സാധാ ഇൻവോയ്സ് അല്ലേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക അല്ലെ? സാധാ ഇൻവോയ്സ് അല്ലേ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആ ഇൻവോയ്സിനെ റിവൈസ് ചെയ്ത് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അത്രേ ഉള്ളൂ. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മള് ഇൻവോയ്സ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ഡേറ്റ്സ്. എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ മുതൽ എന്നാണോ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്തത് അതുവരെ നമ്മൾ റിവൈസ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിനെയാണ് നമ്മൾ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ വേണ്ടിയിട്ടാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് വിചാരിച്ചോ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോ ആ കേസിൽ അൺരജിസ്റ്റേർഡ് പേഴ്സണ് മൊത്തം ഒരു പീരീഡില്, ഏത് നമ്മൾ ഈ പറഞ്ഞ പീരീഡില്ലേ, ജനുവരി 10 മുതൽ ജനുവരി 30, എന്നാണോ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, എന്നാണോ രജിസ്ട്രേഷൻ കിട്ടിയത്, ആ ടൈമിൽ മൊത്തം അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻസിന് എത്രയാണോ ട്രാൻസാക്ഷൻ നടന്നത് അതിന് മൊത്തം ഒരുമിച്ച് എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അതിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് പേഴ്സണ് സെപ്പറേറ്റ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഓരോ ട്രാൻസാക്ഷനും റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ നമ്പർ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഒരുമിച്ച് ഇഷ്യൂ ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ഒരുമിച്ച് എല്ലാം കൂടെ റിവൈസ് ചെയ്ത് ഒറ്റ എമൗണ്ട്, ഓരോ സ്റ്റേറ്റിലെ അൺരജിസ്റ്റേർഡ് പേഴ്സണും സെപ്പറേറ്റ് ഒരുമിച്ച് ഒരൊറ്റ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയാം. ക്ലിയർ? സപ്ലൈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻസിനാണെങ്കിൽ മൊത്തം എല്ലാ അൺരജിസ്റ്റേർഡ് പേഴ്സണിനും ഒരുമിച്ച് ആ പീരീഡിൽ നടന്ന എല്ലാ സപ്ലൈക്കും ഒരുമിച്ച് ഒരൊറ്റ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഇനി സെപ്പറേറ്റ് ഇൻവോയ്സ് ഇന്റർസ്റ്റേറ്റ് അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണെങ്കിൽ അവിടെ
2,50,000 മുകളിൽ വാല്യൂ ഉണ്ടെങ്കിൽ, വാല്യൂ 2,50,000 മുകളിൽ ഒരു ഇൻവോയ്സിന് വാല്യൂ ഉണ്ടെങ്കിൽ ആ അൺരജിസ്റ്റേർഡ് റെസിപ്പിയന്റിന് സെപ്പറേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. നമ്മൾ നോർമലി രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന പോലെ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ലയബിൾ അല്ലാത്ത ഒരാളായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ലയബിൾ ആയി, അല്ലെങ്കിൽ എന്റെ ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ഞാൻ ലയബിൾ ആയി. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഒക്കെ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ രജിസ്റ്റർ ചെയ്യണമല്ലോ. അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഈ പറഞ്ഞ ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്തു, ഞാൻ എന്തായി? ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ആയി. അപ്പോ ഞാൻ ആക്ച്വലി ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സോമിത്ത് എന്റെ രജിസ്റ്റേർഡ് ബയറാണ്, ബാക്കി നിങ്ങൾ എല്ലാവരും എന്താണ്? അൺരജിസ്റ്റേർഡ് ബയറാന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സോമിത്തിന് സെപ്പറേറ്റ് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അതേപോലെ ബാക്കി നിങ്ങളെല്ലാ അൺരജിസ്റ്റേർഡ് പേഴ്സണും കൂടെ ഒരുമിച്ച് ഒരൊറ്റ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. ഡയറക്ട്ലി എന്തിനാണ്? എന്റെ റിട്ടേണിൽ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ അത് എവിടെയും ഫയൽ ചെയ്യാൻ പോകുന്നില്ലല്ലോ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ? മനസ്സിലായോ? കഥ മനസ്സിലായോ? സാധനം മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? റെഡി? ഇത്രേ ഉള്ളൂ ഈ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. ഇനിയുള്ളത് കുറച്ച് വലിയ ഏരിയയാണ്. ഇന്ന് തുടങ്ങണ്ടല്ലോ. ഇതാണ് ആധാർ ഓതന്റിക്കേഷൻ. ഈ സാധനം കുറച്ച് വലുപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സാധനം സിമ്പിളാണ്. നമ്മൾ എപ്പോൾ ആധാർ ചെയ്യണം, ആധാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ആരൊക്കെയാണ്, ആരൊക്കെ ചെയ്യേണ്ടതില്ല, ഇനി ആധാർ ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് ആധാർ ഓതന്റിക്കേഷൻ ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക, ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും, ചെയ്തു കഴിഞ്ഞാലുള്ള പ്രൊസീജിയറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഡേറ്റുകളൊക്കെ. ചെയ്തില്ലെങ്കിൽ വേറെ നമുക്ക് പഠിക്കാം, സമയമുണ്ടല്ലോ. അപ്പൊ ഇന്ന് എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കൺഫേം ആക്കുമോ, സെറ്റ് ആക്കുമോ, മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കണം. പിന്നെ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവാം. റെഡി? നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം നിർത്താം. ഗുഡ് നൈറ്റ്.